കഴിഞ്ഞ തവണത്തെ അലോട്ട്മെൻറ്റ് പല സ്റ്റേറ്റുകളിലും നടക്കാതെ പോയതുകൊണ്ട് മാത്രം തന്നതാണ്. നിയമം അനുസരിച്ച് സെക്കൻഡ് റൗണ്ടിൽ ഓൾ ഇന്ത്യ കോട്ടയിൽ ചേർന്ന് കഴിഞ്ഞാൽ ക്വിറ്റ് ചെയ്യാൻ അവസരം ലഭിക്കില്ല. അതായത് നീറ്റ് 2025 എത്രയാണോ കട്ട് ഓഫ് മാർക്ക് വരാൻ സാധ്യത, 100-ൽ താഴെ ആയിരിക്കും തോന്നുന്നു. ആ കട്ട് ഓഫിൻ്റെ മുകളിലുള്ള എല്ലാവർക്കും ഓപ്ഷൻ കൊടുക്കാം. അതിനകത്ത് ഈ കുറച്ച് പേർക്ക് 100 ഓപ്ഷനെ പറ്റുള്ളൂ, കുറച്ച് പേർക്ക് 150 ഓപ്ഷൻ, അങ്ങനെയൊന്നുമില്ല. അപ്പം 500 മാർക്കുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിങ്ങിൽ അഡ്മിഷൻ എടുത്തു തരാം. നിങ്ങൾ 2 ലക്ഷം രൂപ അടച്ചാൽ മതി. അല്ലെ 520 മാർക്കുള്ളതാണ് നിങ്ങൾക്ക് ഗവൺമെൻറ് സീറ്റ് എടുത്തു തരാം, 60,000 രൂപ അടച്ചാൽ മതി. അങ്ങനെ മലയാളികൾക്ക് എപ്പോഴും ഇങ്ങനെയൊരു ചൂഷണത്തിന് നിന്ന് കൊടുക്കുക എന്നുള്ളൊരു ശീലം തന്നെയാണ് നമ്മൾ എത്ര പറഞ്ഞാലും. അപ്പം കേരളത്തിലൊരു കോളേജാണ് അയാൾക്ക് ഏറ്റവും താല്പര്യമെന്നിരിക്കട്ടെ, എന്ത് ചെയ്യണം? ആദ്യം നടക്കുന്നത് ഓൾ ഇന്ത്യ അലോട്ട്മെൻ്റ് ആണ്. അതിനകത്ത് നമ്മൾ ഏറ്റവും ആഗ്രഹിച്ച കോളേജ് കിട്ടിയാൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് തീർന്നു. 4 റൗണ്ട് ഓൺലൈൻ അലോട്ട്മെൻ്റ് ഉണ്ട്. അതിൽ 3 റൗണ്ടിൽ നമുക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും എല്ലാവർക്കും. 4ാമത്തെ റൗണ്ടിൽ നമുക്ക് ഒരു അഡ്മിഷൻ എടുക്കാത്തവർക്ക് മാത്രമേ പറ്റുള്ളൂ. നമ്മൾ മാക്സിമം ഓപ്ഷൻ വെക്കുക. ഏതാണ്ട് 380 ഗവൺമെൻറ് കോളേജുകളുണ്ട്. ഏത് സ്റ്റേറ്റ് വരെ പോകാവോ അത്രയും ഓപ്ഷൻസ് ആദ്യത്തെ റൗണ്ടിൽ തന്നെ വെക്കുക. കിട്ടിയില്ല 2ാമത്തെ റൗണ്ടിൽ വെക്കുക, കിട്ടിയില്ല 3ാമത്തെ റൗണ്ടിൽ വെക്കുക. ഈ റൗണ്ടുകളിൽ നമുക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റൗണ്ടിൽ നമുക്കൊരു അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പോകാതിരിക്കാനുള്ള അവകാശമുണ്ട്. പോകണോ പോകണ്ടോ എന്ന് നമുക്ക് തീരുമാനിക്കാം. കഴിഞ്ഞ തവണത്തെ അലോട്ട്മെൻറ്റ് പല സ്റ്റേറ്റുകളിലും നടക്കാതെ പോയതുകൊണ്ട് മാത്രം തന്നതാണ്. നിയമം അനുസരിച്ച് സെക്കൻഡ് റൗണ്ടിൽ ഓൾ ഇന്ത്യ കോട്ടയിൽ ചേർന്ന് കഴിഞ്ഞാൽ ക്വിറ്റ് ചെയ്യാൻ അവസരം ലഭിക്കില്ല. അതായത് നീറ്റ് 2025 എത്രയാണോ കട്ട് ഓഫ് മാർക്ക് വരാൻ സാധ്യത, 100-ൽ താഴെ ആയിരിക്കും തോന്നുന്നു. ആ കട്ട് ഓഫിൻ്റെ മുകളിലുള്ള എല്ലാവർക്കും ഓപ്ഷൻ കൊടുക്കാം. അതിനകത്ത് ഈ കുറച്ച് പേർക്ക് 100 ഓപ്ഷനെ പറ്റുള്ളൂ, കുറച്ച് പേർക്ക് 150 ഓപ്ഷൻ, അങ്ങനെയൊന്നുമില്ല. സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ വീണ്ടും ഓപ്ഷൻ കൊടുക്കുന്നു. കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചേരണം. ചേർന്നില്ലെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടും. ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മാറ്റാൻ അനുവദിക്കില്ല. തേർഡ് റൗണ്ടിലോട്ട് വേണമെങ്കിൽ ആ കിട്ടുന്നതിനേക്കാളും കൂടുതൽ താല്പര്യമുള്ള കോളേജുകൾ വെക്കാൻ അനുവദിക്കും. ഓൾ ഇന്ത്യ കോട്ടയിലുള്ളതെല്ലാം ഗവൺമെൻറ് സീറ്റും എല്ലായിടത്തും 20,000 രൂപയല്ല ഫീസ്. കേരളത്തിൽ 24,000 ഉള്ളെങ്കിൽ തമിഴ്നാട്ടിൽ 18,000 രൂപയേ ഉള്ളൂ. കേരളത്തിലെ ഒരു പ്രയോറിറ്റി കോളേജ് ഓൾ ഇന്ത്യ വഴി കിട്ടുമെങ്കിൽ ഓൾ ഇന്ത്യ വഴി എടുക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പോൾ കേരളത്തിലെ ഒരു കുട്ടിക്കും കൂടെ കൂടുതൽ സാധ്യത കിട്ടും. അപ്പോൾ കേരളത്തിലൊരു കുട്ടി എന്ന് പറഞ്ഞാൽ അത് ബുള്ളനിലെ കുട്ടിയായിരിക്കും. അപ്പോൾ കൂട്ടത്തിലിരുന്ന് പഠിച്ചൊരു കുട്ടിക്ക് കൂടുതലായിട്ടൊരു സീറ്റ് കൂടെ കിട്ടും. അതായത് നീറ്റ് ക്വാളിഫൈ ചെയ്ത എല്ലാവരും നിർബന്ധമായിട്ടും ചെയ്യേണ്ട വെബ്സൈറ്റ് അല്ല mcc.nic.in. നമ്മളിപ്പോൾ ഓൾ ഇന്ത്യ പറഞ്ഞു, ഏറ്റവും അവസാനം വളരെ കുറച്ച് വേക്കൻസി ഉള്ളത്. കേരളത്തിൻ്റെ സ്ട്രെയിൽ അത്രയും പോലും കാണില്ല. ഒരു 1-2 സീറ്റൊക്കെ വേക്കൻസി കാണുള്ളൂ. അതുകൊണ്ട് സ്ട്രേ വേക്കൻസിയിൽ നല്ല സീറ്റ് കിട്ടുമെന്ന് വിചാരിക്കരുത്. ആദ്യം കിട്ടുന്നിടത്ത് തന്നെ ചേരുന്നതാണ് അഭികാമ്യം. കേരളത്തിൽ ഓപ്ഷൻ കൊടുക്കാൻ ഒരവസരമേ ഉള്ളൂ. കേരളത്തിൽ 1, 2, 3 റൗണ്ടുകൾ. പക്ഷേ ഓപ്ഷൻ കൊടുക്കാൻ ഫസ്റ്റ് റൗണ്ടിൽ മാത്രമേ അവസരമുള്ളൂ. അപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ നമുക്കൊരു സീറ്റ് കിട്ടി. സെൽഫ് ഫിനാൻസിങ് MBBS പുഷ്പഗിരി കിട്ടി. അയ്യോ, ഇത് സെൽഫ് ഫിനാൻസിങ്ങാണ്, 10 ലക്ഷം രൂപയാണ്, 9 ലക്ഷം രൂപ ഫീസും 1.5 ലക്ഷം രൂപ ചെലവും, എന്നെ കൊണ്ട് പറ്റില്ല. മൊത്തം ഓപ്ഷൻ പോയി. 2ാമത്തെ റൗണ്ടിൽ നമ്മളെ പരിഗണിക്കത്തേയില്ല. ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിന്റെ 146ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ സാർ. ശിവൻ സാർ, നമ്മുടെ എക്സാം ഒക്കെ കഴിഞ്ഞു, റിസൾട്ടുകൾ കാത്തിരിക്കുകയാണ് വിദ്യാർത്ഥികളെല്ലാവരും. ഈ ഒരു സമയത്ത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കർത്തവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ എല്ലാ കാര്യങ്ങളും ഒരു പടി മുന്നേ അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ കാണുന്ന പ്രേക്ഷകരാണെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നതാണ്. കാരണം അവരെ സംബന്ധിച്ച് അവർ ഒരുപക്ഷെ ആദ്യമായിട്ടാണ് ഈ പ്രോസസ്സുകളിലൂടെ, ഇനി വരാനിരിക്കുന്ന പ്രോസസ്സുകളിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മുടെ മുമ്പിൽ അലോട്ട്മെന്റ് പ്രോസസ്സ് ഉണ്ട്, അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഏറ്റവും മുൻകൂട്ടിൽ തന്നെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ശിവൻ സാർ, നമുക്ക് ആദ്യമേ ആ കാര്യങ്ങൾ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് തുടങ്ങാം. തീർച്ചയായിട്ടും നമ്മളെ പല എപ്പിസോഡുകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ഒരു 4-5 സ്ട്രക്ചറിലായിട്ടാണ്, 4 ലെവലിലായിട്ടാണ് നമ്മളൊരു കോളേജിൽ അഡ്മിഷൻ പ്രവേശനം നേടുന്നത്. നമ്മൾ പഠിക്കുക എന്നുള്ള പ്രധാന കാര്യം. അതിനപ്പുറത്ത് ഓൺലൈൻ ആപ്ലിക്കേഷൻ, പരീക്ഷ എഴുതുന്നു, അലോട്ട്മെൻറ്റ് പ്രോസസ്സ്, അഡ്മിഷൻ പ്രോസസ്സ്. അതിൽ ഏറ്റവും കടുപ്പമേറിയതും ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഓൺലൈൻ അപേക്ഷയും പരീക്ഷ എഴുതുന്നതും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മളുടെ റാങ്കിനും കാറ്റഗറിക്കും അനുസരിച്ച് നമ്മൾ വിവിധ വെബ്സൈറ്റുകളിൽ ഓപ്ഷൻ കൊടുക്കുക, അഡ്മിഷൻ എടുക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. അപ്പം അവിടെ തന്നെ നമ്മൾ ധാരാളം മലയാളികൾ എപ്പോഴും ചൂഷണത്തിന് വിധേയരാകാൻ നിന്നു കൊടുക്കുന്നവരാണ്. ധാരാളം ഏജൻസികളായിട്ടും വ്യക്തികളായിട്ടും ഒക്കെ എല്ലാ കുട്ടികളെയും വിളിക്കുന്നുണ്ട്. അപ്പം 500 മാർക്കുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിങ്ങിൽ അഡ്മിഷൻ എടുത്തു തരാം, നിങ്ങൾ 2 ലക്ഷം രൂപ അടച്ചാൽ മതി, അല്ലെ
520 മാർക്കുള്ളതാണ്, നിങ്ങൾക്ക് ഗവൺമെൻറ് സീറ്റ് എടുത്തു തരാം, 60,000 രൂപ അടച്ചാൽ മതി. അങ്ങനെ മലയാളികൾക്ക് എപ്പോഴും ഇങ്ങനെ ഒരു ചൂഷണത്തിന് നിന്ന് കൊടുക്കുക എന്നുള്ളൊരു ശീലം തന്നെയാണ് നമ്മൾ എത്ര പറഞ്ഞാലും. അതൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് അവനവൻ്റെ റാങ്കിനും മാർക്കിനും ഒക്കെ അവനവൻ്റെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ പ്രോസസ്സാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതൊരിക്കലും തെറ്റിപ്പോവുകയോ നമുക്കതിനെക്കുറിച്ച് ഗ്രാഹ്യമില്ലാതെ വരികയോ അല്ലെങ്കിൽ മറ്റൊരാൾ, നമ്മളെ ഒരു പരിചയവുമില്ലാത്ത ഒരാൾ വളരെ എക്സ്പേർട്ട് ആണെന്ന് വിചാരിച്ചത് ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ റാങ്കിനേക്കാളൊക്കെ മികച്ചൊരു സീറ്റ് കിട്ടും എന്നൊന്നും ദയവായിട്ട് വിചാരിക്കരുത്. അങ്ങനെയൊന്നുമില്ല. റാങ്കിന് തന്നെയാണ് പ്രാധാന്യം. ആര് വിചാരിച്ചാലും ആ റാങ്കിന് അപ്പുറത്ത് നമുക്കൊരു സീറ്റും തരാനായിട്ടാവില്ല. അത് ഒരു ഒരു നോർമലി നടക്കുന്നൊരു പ്രോസസ്സ് തന്നെയാണ്. പിന്നെ മാനേജ്മെൻറ്റ് കോട്ട അഡ്മിഷൻ നടക്കുന്നില്ല എന്ന് ചോദിക്കാം. ഉണ്ട്. ഇപ്പോൾ കർണാടക, തമിഴ്നാട് അതുപോലുള്ള സ്റ്റേറ്റുകളിൽ 5% അതാത് മാനേജ്മെൻറ്റുകൾക്ക് കൊടുക്കുന്നുണ്ട് സീറ്റുകൾ, വളരെ ഉയർന്ന ഫീസിൽ. അത് ഏജൻറ്റുമാരൊക്കെ മുഖാന്തരം തരപ്പെടുത്തി എടുക്കാവുന്ന സീറ്റുകളാണ്. പക്ഷേ അതിലൊക്കെ പോയിട്ടും 90% പേർക്കും പൈസ നഷ്ടപ്പെട്ട ചരിത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. നല്ല കോളേജുകളാരും അങ്ങനെ കിട്ടിയതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. അപ്പം കൃത്യമായിട്ടും അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്താണെന്നുള്ളത് വെബ്സൈറ്റ് വഴി നമുക്ക് അറിയാനായിട്ട് പറ്റും. അതിൻ്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിനുകൾ വായിച്ചാൽ മനസ്സിലാകും. ആ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിലൂടെ നമ്മളൊന്ന് സഞ്ചരിച്ചാൽ മാത്രം മതി, നമ്മളുടെ റാങ്കിനും മാർക്കിനും അനുസരിച്ചുള്ള സീറ്റ് കിട്ടും. അതല്ലാതെ നമുക്ക് അർഹതയില്ലാത്ത ഒരെണ്ണം ആരെങ്കിലും തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുകയും വരുത്. അപ്പം നമുക്കിപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ജൂൺ 14 റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാനുള്ള പ്രോസസ്സാണ് ആരംഭിക്കുന്നതെന്ന് പറഞ്ഞു. ജൂലൈ ആദ്യത്തെ ആഴ്ചയാണ് ഇതിൻ്റെ ഷെഡ്യൂൾ, ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൻ്റെയൊക്കെ ഷെഡ്യൂൾ വരുന്നത്. അപ്പം മെഡിക്കലിൻ്റെ ധാരാളം കോഴ്സുകൾ MBBS BDSനും അപ്പുറത്ത് അഗ്രികൾച്ചർ, വെറ്റിനറി, ഓൾ ഇന്ത്യ വെറ്റിനറി, അതുപോലെ ധാരാളം അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ നടക്കുന്ന സമയമാണ്. ഇപ്പോൾ CUET വഴിയുള്ള ICARൻ്റെയൊക്കെ അഡ്മിഷൻ പ്രോസസ്സ് ജൂൺ അവസാനം നടക്കും. അപ്പം കേരളത്തിലെ മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ നടക്കും. ഇപ്പം +2 മാർക്ക് അനുസരിച്ച് കേരളത്തിലെ BSc നേഴ്സിങ്ങും അലൈഡ് കോഴ്സുകളുടെയും ഫിസിയോതെറാപ്പി, MLT പോലുള്ള കോഴ്സുകളുടെ അഡ്മിഷൻ പ്രോസസ്സ് നടക്കാൻ പോവുകയാണ്. അപ്പം എല്ലാ സാധ്യതകളും നമ്മൾ മനസ്സിലാക്കി നമ്മളൊരു പ്രയോറിറ്റി തയ്യാറാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. നമുക്ക് 600 മാർക്കുണ്ട്, നീറ്റ് 2025 600 മാർക്കുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് സാധ്യത? 2 സാധ്യതകളാണുള്ളത്. ഒന്ന്, എയിംസ് പോലെ അല്ലെങ്കിൽ ജിപ്മർ പോലെയുള്ള ഏറ്റവും ടോപ്പ് കോളേജുകളിൽ നമുക്ക് MBBS പ്രവേശനം കിട്ടും. കേരളത്തിലെ ഏത് കോളേജിലും പ്രവേശനം കിട്ടും. നമുക്ക് ഈ സാധ്യതകളെ എങ്ങനെയാണ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്? നമുക്ക് 2 വെബ്സൈറ്റ് വഴിയാണ് ഈ കൂട്ടർ, ഈ 600 മാർക്ക്, 590 മാർക്ക്, 580 മാർക്ക്, അവരൊക്കെ ഏറ്റവും അവർ പറയുന്ന ഒന്നാമത്തെ കോളേജ് അവർക്ക് കിട്ടും. അപ്പം അവർ സ്വാഭാവികമായിട്ടും 2 വെബ്സൈറ്റ്, ഒന്ന് ഓൾ ഇന്ത്യ കോട്ടയുടെ വെബ്സൈറ്റ് mcc.nic.in, അതിലാണ് ആദ്യ അലോട്ട്മെൻറ്റ് നടക്കുന്നത്. അതിനകത്ത് MBBSും BDSും BSc നഴ്സിംഗും മാത്രമേ ഉള്ളൂ. കേരളയുടെ വെബ്സൈറ്റ് ce.kerala.gov.in, അതിനകത്ത് ഒരു ഘട്ടത്തിൽ MBBS BDS മാത്രം. അതിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഉടനെ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ, അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം പോലെയുള്ളത് 11 കോഴ്സുകൾ മറ്റൊരു ഘട്ടമായിട്ട് നടക്കും. ഇത് രണ്ടുമാണ് ആദ്യം നടക്കുന്ന അലോട്ട്മെൻറ്റ് പ്രോസസ്സ്. ഇതിൻ്റോടൊപ്പം തന്നെ പാരലായിട്ട് എൻജിനീയറിങ്ങിൻ്റെയും BPharmൻ്റെയും അലോട്ട്മെൻറ്റും നടക്കും. ഇതാണ് കേരളത്തിൻ്റെ നമ്മുടെ ഈ പ്രൊഫഷണൽ കോഴ്സുകളിലോട്ടുള്ള ഒരു പ്രവേശന രീതി. അപ്പം 600 മാർക്കുള്ള ഒരാളെ സംബന്ധിച്ചോളം അയാൾക്ക് എയിംസ് ഉണ്ട്, ജിപ്മർ ഉണ്ട്, കേരളത്തിലെ കോളേജുകളുണ്ട്. അപ്പം കേരളത്തിലൊരു കോളേജാണ് അയാൾക്ക് ഏറ്റവും താല്പര്യമെന്നിരിക്കട്ടെ, എന്ത് ചെയ്യണം? MCC വഴി, ഓൾ ഇന്ത്യ കോട്ടയുടെ വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്ത് അയാൾക്ക് ആ സീറ്റ് എടുക്കാനായിട്ട് സാധിക്കും. 600 മാർക്കുള്ള ഒരാളെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ 590 മാർക്കുള്ള ഒരാളെ സംബന്ധിച്ചോളം ഒന്നാമത്തെ അയാളുടെ ഏറ്റവും ആഗ്രഹിച്ച കോളേജ് തന്നെ MCCയുടെ സൈറ്റ് വഴി കിട്ടും. അയാൾക്ക് കേരളയുടെ സൈറ്റിലും രജിസ്റ്റർ ചെയ്യാം. ഇൻ കേസ് ഇനി അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കേരളയുടെ സൈറ്റ് വഴിയും രജിസ്റ്റർ ചെയ്യാം. അപ്പം ആദ്യത്തെ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ ഒരു സീറ്റ് കിട്ടി, താല്പര്യമായി, ഏറ്റവും ഇഷ്ടപ്പെട്ടത് കിട്ടി, എയിംസ് ന്യൂഡൽഹി കിട്ടി, അല്ലെങ്കിൽ ജിപ്മർ പോണ്ടിച്ചേരി കിട്ടി, അല്ലെങ്കിൽ അദ്ദേഹം കേരളത്തിൽ ആഗ്രഹിച്ചൊരു കോളേജ് കിട്ടി, ആ പ്രോസസ്സ് തീർന്നു. അപ്പം ആദ്യം നടക്കുന്നത് ഓൾ ഇന്ത്യ അലോട്ട്മെൻ്റ് ആണ്. അതിനകത്ത് നമ്മൾ ഏറ്റവും ആഗ്രഹിച്ച കോളേജ് കിട്ടിയാൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് തീർന്നു. നമ്മൾ ആ 7 ദിവസത്തിനുള്ളിൽ ആ കോളേജിൽ ചെന്ന് എല്ലാ സർട്ടിഫിക്കറ്റും കൊടുത്ത് ചേർന്ന് കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് തീർന്നു. പിന്നെ എന്നാണ് ക്ലാസ് തുടങ്ങുന്നതെന്ന് അവിടെ നിന്ന് അനൗൺസ്മെൻറ്റ് വരും. സെപ്റ്റംബർ ആദ്യത്തെ ആഴ്ച ആയിരിക്കും. നമ്മൾ ക്ലാസ്സിന് പോകുന്നു, നമ്മളുടെ ഏറ്റവും മഹത്തായിട്ടുള്ള ഈ ഒരു വിദ്യാഭ്യാസം നമ്മൾ ആരംഭിക്കുന്നു. അതിൻ്റെ ആദ്യത്തെ ചുവട് നമ്മൾ വെക്കുന്നു. ഇനി അല്പം നമ്മളുടെ കേരള റാങ്ക് വരുമ്പോഴത്തേക്ക് ഒരു 300 അപ്പുറത്തേക്ക് 300, 400, 500 ഒക്കെ കേരള മെഡിക്കൽ റാങ്ക് വരുന്നൊരു പൊസിഷൻ, അല്ലെങ്കിൽ 590, 580, 570 ഒക്കെ വരുമ്പോഴത്തേക്കും അവർക്കും 2 ഓപ്ഷനുകളാണ്.
എയിംസ് ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കിട്ടും. ഋഷികേശ്, റായ്പൂർ, ജോധ്പൂർ, ഭുവനേശ്വർ, ഭോപ്പാൽ, നാഗ്പൂർ പോലുള്ള എയിംസിൻ്റെ കോളേജുകൾ കിട്ടും. ജിപ്മറിൻ്റെ കാരയ്ക്കൽ പോലുള്ള ക്യാമ്പസുകൾ കിട്ടും. ഓൾ ഇന്ത്യ കോട്ട വഴിയുള്ള എല്ലാ സീറ്റുകളും കിട്ടും. തമിഴ്നാട്ടിലെ ടോപ്പ് കോളേജ് മധുര കോളേജ്, മദ്രാസ് മെഡിക്കൽ കോളേജ്, സ്റ്റാൻലി, ബാംഗ്ലൂർ മെഡിക്കൽ കോളേജ്, അങ്ങനെയുള്ള ഇന്ത്യയിലെ ടോപ്പ് മെഡിക്കൽ കോളേജുകൾ കിട്ടും ഓൾ ഇന്ത്യ വഴി. എയിംസ് ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് കിട്ടും. കേരളത്തിലെ കോളേജുകളും കിട്ടും. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു പ്രയോറിറ്റി തീരുമാനിക്കുക, ഏത് വെബ്സൈറ്റ് വഴിയാണ് ആദ്യം കിട്ടുന്നതെന്ന് തീരുമാനിക്കുക, അതെടുക്കുക എന്നുള്ളൊരു ചെറിയ പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 580 താഴത്തോട്ട് വരുമ്പോഴത്തേക്കുമാണ് കൂടുതൽ ഓപ്ഷൻ വരുന്നത്. കാരണം ഓൾ ഇന്ത്യ മാത്രമേ പിന്നെ കിട്ടുകയുള്ളൂ. പിന്നെ കേരളത്തിലെ കോളേജുകളും കിട്ടും. എയിംസ് പോലുള്ളത് കിട്ടാൻ ചിലപ്പോൾ പാടായിരിക്കും. അപ്പോൾ ഓൾ ഇന്ത്യ കോട്ടയിൽ എടുക്കണോ കേരളത്തിലെ കോളേജിൽ എടുക്കണോ എന്നുള്ളൊരു ഇത് വരും. അപ്പോൾ ആദ്യത്തെ അലോട്ട്മെൻറ്റ് നോക്കുന്നു, എത്രത്തോളം ഓൾ ഇന്ത്യയുടെ അലോട്ട്മെൻറ്റിൽ എനിക്ക് എന്ത് കിട്ടാം. ഓൾ ഇന്ത്യയുടെ അലോട്ട്മെൻറ്റ് വഴി നമുക്ക് കിൽപോക്ക് മെഡിക്കൽ കോളേജ് കിട്ടി. കേരള അലോട്ട്മെൻറ്റ് വഴി കേരളത്തിലെ ഒന്നാമത്തെ പ്രയോറിറ്റി ഉള്ള കോളേജ് കിട്ടി. കേരള വഴി ചേരാം, ഓൾ ഇന്ത്യ വഴി ചേരണ്ട. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു കൃത്യമായ ധാരണ നമുക്ക് റാങ്ക് വരുമ്പം കൃത്യമായിട്ടുണ്ടാവും. അപ്പം അതിനനുസരിച്ച് നമ്മൾ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുകയാണ്. ഇപ്പം 500 ഒരാൾ എന്താ ചെയ്യേണ്ടത്? 500 ഒരാളെ സംബന്ധിച്ചോളം അയാളുടെ ആഗ്രഹം ഒരു ഗവൺമെൻറ് MBBS കിട്ടുക എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടുക എന്നുള്ളത് തന്നെയാണ് പുള്ളിയുടെ പ്രയോറിറ്റി. നമുക്ക് ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടാനുള്ള ഏക മാർഗ്ഗം എന്താണ്? mcc.nic.in എന്ന വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യുക. 4 റൗണ്ട് ഓൺലൈൻ അലോട്ട്മെൻ്റ് ഉണ്ട്. അതിൽ 3 റൗണ്ടിൽ നമുക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും എല്ലാവർക്കും. 4ാമത്തെ റൗണ്ടിൽ നമുക്ക് ഒരു അഡ്മിഷൻ എടുക്കാത്തവർക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഓൾ ഇന്ത്യയുടെ റൗണ്ടിൽ നമ്മൾ മാക്സിമം ഓപ്ഷൻ വെക്കുക. ഏതാണ്ട് 380 ഗവൺമെൻറ് കോളേജുകളുണ്ട്. ഏത് സ്റ്റേറ്റ് വരെ പോകാവോ അത്രയും ഓപ്ഷൻസ് ആദ്യത്തെ റൗണ്ടിൽ തന്നെ വെക്കുക. കിട്ടിയില്ല 2ാമത്തെ റൗണ്ടിൽ വെക്കുക, കിട്ടിയില്ല 3ാമത്തെ റൗണ്ടിൽ വെക്കുക. ഗവൺമെൻറ്റിൽ മാത്രമേ ഞാൻ ഈ വർഷം പോകുന്നുള്ളൂ, എനിക്ക് സെൽഫിൽ പോകാനായിട്ടാവില്ല, മറ്റേ അലൈഡ് കോഴ്സിനൊക്കെ, അല്ലെങ്കിൽ ഞാൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ BSc നഴ്സിങ്ങിനോ അഗ്രികൾച്ചർ വെറ്റിനറി പോലുള്ളതിനും ചേരും. ആയിക്കോട്ടെ, 4ാമത്തെ റൗണ്ടിലും പങ്കെടുക്കാം. ഓൾ ഇന്ത്യയുടെ MBBS BDSന് വേണ്ടിയിട്ട് 4ാമത്തെ റൗണ്ടും മുഴുവൻ സീറ്റുകളും ഓൾ ഇന്ത്യയുടെ സൈറ്റിൽ വെക്കുക. അതാണ് നമ്മളുടെ പ്രോസസ്സ്. അതല്ലാതെ വേറെ ഇതിനകത്ത് മറ്റൊന്നുമില്ല. 450 ഉള്ള ഒരാളെ സംബന്ധിച്ചോളം അത് തന്നെയാണ്. അയാൾക്ക് ഗവൺമെൻറ് MBBS ആയിരുന്നു താല്പര്യം. അയാളുടെ ഏക മാർഗം mcc.nic.in എന്ന വെബ്സൈറ്റ് വഴി 4 റൗണ്ടിലും മുഴുവൻ സീറ്റുകളും MBBSന് ഓപ്ഷൻ കൊടുക്കുക. കേരളയുടെ സൈറ്റിലും 4 റൗണ്ടിലും എല്ലാ ഓപ്ഷൻ വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു തേർഡ് പാർട്ടി വിചാരിച്ചിട്ട് അയാൾക്ക് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ നേരിട്ട് അഡ്മിഷൻ എടുത്തു തരാൻ നമുക്കാവില്ല ഗവൺമെൻറ് മേഖലയിൽ. ഇനി 500 മാർക്കുള്ള ആളെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് ഗവൺമെൻറ് MBBS കിട്ടിയില്ലെങ്കിൽ കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് വേണം. അപ്പം ഓൾ ഇന്ത്യ വഴി നോക്കുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലെ 12 ഗവൺമെൻറ് കോളേജുകൾ കഴിഞ്ഞിട്ട് 13, 14 സെൽഫ് ഫിനാൻസിങ് വെക്കുന്നു. ആദ്യത്തെ റൗണ്ടിൽ തന്നെ സെൽഫ് ഫിനാൻസിങ്ങിൽ അഡ്മിഷൻ കിട്ടും. നമ്മൾ പോയി ചേരുന്നു. 2ാമത്തെ ഓൾ ഇന്ത്യയിൽ നമ്മൾ നോക്കും, നമുക്ക് ഗവൺമെൻറ് സീറ്റ് കിട്ടുമെന്ന് നോക്കും. ഇല്ല. 2ാമത്തെ കേരള അലോട്ട്മെൻറ്റിൽ വീണ്ടും ഗവൺമെൻറ് സീറ്റ് കിട്ടുമെന്ന് നോക്കാം. 3ാമത്തെ കേരള അലോട്ട്മെൻറ്റിൽ നോക്കാം. അപ്പം നമുക്ക് ഒരു പ്രാവശ്യം നമ്മൾ പോയി സെൽഫ് ഫിനാൻസിങ്ങിൽ ചേർന്നു എന്ന് വിചാരിച്ച് നമ്മുടെ സാധ്യത പോകുന്നില്ല. നമ്മളുടെ അടുത്ത റൗണ്ടുകളിലൊക്കെ നമുക്ക് ഗവൺമെൻറ് MBBS സീറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യുകയും കിട്ടുവാണെങ്കിൽ അങ്ങോട്ട് മാറുകയും ആദ്യം നമ്മൾ സെൽഫ് ഫിനാൻസിങ് അടച്ച മുഴുവൻ പൈസയും നമുക്ക് തിരികെ ലഭിക്കുകയും ചെയ്യും. അതാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ സമയത്ത് ഇപ്പം മെയ് 25-ാം തീയതി ഈ സമയത്ത് നമ്മൾ തീരുമാനിക്കേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കേരള എഞ്ചിനീയറിംഗ്, കേരള B.Pharm, CUET, ഐസർ, നൈസർ, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ അഗ്രികൾച്ചർ വെറ്റിനറി പോലെയുള്ള കോഴ്സുകൾ, കേരളത്തിൻ്റെ MBBS BDS, ഓൾ ഇന്ത്യ തലത്തിലുള്ള MBBS BDS BSc നഴ്സിംഗ്, LBSൻ്റെ സൈറ്റ് വഴി ഇപ്പോൾ +2 മാർക്ക് വെച്ച് നടക്കുന്ന BSc നഴ്സിങ്ങും അലൈഡ് കോഴ്സുകളും, ഒക്യുപേഷണൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, MLT പോലുള്ള പ്രോഗ്രാമുകൾ, ഇതിലെല്ലാം കൂടെ വെച്ചിട്ട് എന്താണ് നമ്മളുടെ താല്പര്യം, ഏറ്റവും കൂടുതൽ നമുക്ക് സാധ്യത, നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്, നമ്മുടെ ഒരു ആഗ്രഹം എന്താണ്, നമ്മുടെ ഒരു പാഷൻ എന്താണ്, ഒരു ജോലി സാധ്യതയുള്ള കൂടുതൽ എവിടെയാണ്. ഡിഗ്രിയൊക്കെ ഉണ്ട്. ഡിഗ്രിയോ അല്ലെങ്കിൽ ഡീംഡ് ടു ബി കോളേജുകളിലൊക്കെ ഇപ്പം ബയോളജി റിലേറ്റഡൊക്കെ ധാരാളം പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. അപ്പം ഇതിനനുസരിച്ചുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കുക അല്ലേ. നമുക്കിപ്പം 450 മാർക്കാണ്, നമ്മൾ ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് MBBS സീറ്റ് കിട്ടുന്നുണ്ടോ നോക്കാം. അതോടൊപ്പം തന്നെ എല്ലാ സാധ്യതകളുടെയും ഒരു പ്രയോറിറ്റി ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കുക. എന്നിട്ട് അത് പല സൈറ്റുകളിലാണ് കൊടുക്കേണ്ടത്, ഒരു സൈറ്റിലല്ല കൊടുക്കേണ്ടത്, പല സൈറ്റുകളിൽ അപ്ലൈ ചെയ്യുക. 400 മാർക്കുള്ള ഒരാളെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് ഗവൺമെൻറ് MBBS സീറ്റിനും കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് MBBSന് സാധ്യത കുറവാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് എന്താ താല്പര്യം,
കേരളത്തിന് പുറത്തുള്ള കർണാടകം, ആന്ധ്ര, തെലുങ്കാന, UP മറ്റുള്ള സ്റ്റേറ്റുകളിൽ സെൽഫ് ഫിനാൻസിങ് സീറ്റുകൾ നോക്കുക. അപ്പം അതിന് ജൂൺ അവസാനത്തോടുകൂടി മറ്റ് പല വെബ്സൈറ്റുകളിലും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ആ ജൂൺ മാസത്തിൽ വരികയുള്ളൂ. എല്ലാ നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ MBBS BDS വരികയുള്ളൂ. അപ്പം നമ്മളുടെ ഒരു പ്രയോറിറ്റി എന്താണെന്നുള്ളത് തയ്യാറാക്കേണ്ട ഒരു സമയമാണ് ഇപ്പോഴെന്നുള്ളത് മാത്രം ഓർത്തു വെച്ചാൽ മതി. സാർ, ഇപ്പോൾ വിവിധങ്ങളായ അഡ്മിഷൻ പ്രോസസ്സുകളും കാര്യങ്ങളും ഒക്കെ സാർ വളരെ വ്യക്തമാക്കി പറയണ്ടേ. നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഫോക്കസ്ഡ് ആയാലോ സാർ. ഇപ്പോൾ ഓൾ ഇന്ത്യ കോട്ടയിൽ ഒരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ കോളേജുകൾ പരിഗണിക്കുമ്പോൾ വിദ്യാർത്ഥികൾ എന്തൊക്കെ പ്രധാനമായും ശ്രദ്ധിക്കണം? ഓൾ ഇന്ത്യ കോട്ട എന്ന് പറയുന്നത് mcc.nic.in എന്ന വെബ്സൈറ്റാണ്. 4 റൗണ്ട് ഓൺലൈൻ കൗൺസിലിംഗ് ആണുള്ളത്. അതിനകത്ത് രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. ഈ 4 റൗണ്ടിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് രജിസ്റ്റർ ചെയ്ത് അകത്തോട്ട് കയറാം. ഓരോ റൗണ്ടിലും പ്രത്യേകം ഓപ്ഷൻ രജിസ്ട്രേഷനാണ്. ഒരു പ്രാവശ്യം ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം അത് പരിഗണിക്കില്ല, അടുത്ത പ്രാവശ്യം പുതിയതായിട്ട് വീണ്ടും ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ ഈ റൗണ്ടുകളിൽ നമുക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റൗണ്ടിൽ നമുക്കൊരു അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പോകാതിരിക്കാനുള്ള അവകാശമുണ്ട്. പോകണോ പോകണ്ടോ നമുക്ക് തീരുമാനിക്കാം. പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മളുടെ പൈസയും നഷ്ടപ്പെടുകയില്ല, അടുത്ത റൗണ്ടിൽ പങ്കെടുക്കാനുള്ള അവകാശമൊന്നും നഷ്ടപ്പെടുന്നില്ല. ഫസ്റ്റ് റൗണ്ടിൽ അതിനെ ഫ്രീ എക്സിറ്റ് എന്ന് പറയും. രണ്ടാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഒരു അലോട്ട്മെൻറ്റ് കിട്ടി, നമ്മൾ MBBSഉം BDSഉം ഒക്കെ വെച്ചു, ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടി, നമ്മൾ കിട്ടിയിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടും. മൂന്നാമത്തെ റൗണ്ടിൽ വീണ്ടും നമ്മൾ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും. ഇനി നമുക്ക് രണ്ടാമത്തെ റൗണ്ടിൽ നമ്മൾ പോയി ചേർന്നു, അത് കഴിഞ്ഞിട്ട് ഒരു കാരണവശാലും മറ്റ് സ്റ്റേറ്റ് കോട്ടകളിലോട്ടോ മറ്റ് അലൈഡ് കോഴ്സുകളിലോട്ടോ ഒന്നും നമ്മളെ മാറ്റം അനുവദിക്കില്ല. ഓൾ ഇന്ത്യ കോട്ടയിൽ നമുക്കൊരു സീറ്റ് കിട്ടി, നമ്മൾ പോയി ചേർന്നു, പിന്നെ നമുക്ക് അവിടെ നിന്നൊരു ക്വിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ തരില്ല. 2024 2-3 ദിവസം തന്നായിരുന്നു, ക്വിറ്റ് ചെയ്യാനുള്ള അവസരം തന്നായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ തവണത്തെ അലോട്ട്മെൻറ്റ് പല സ്റ്റേറ്റുകളിലും നടക്കാതെ പോയതുകൊണ്ട് മാത്രം തന്നതാണ്. നിയമം അനുസരിച്ച് സെക്കൻഡ് റൗണ്ടിൽ ഓൾ ഇന്ത്യ കോട്ടയിൽ ചേർന്ന് കഴിഞ്ഞാൽ ക്വിറ്റ് ചെയ്യാൻ അവസരം ലഭിക്കില്ല. ഓൾ ഇന്ത്യയുടെ തന്നെ മൂന്നാമത്തെ റൗണ്ടിലോട്ട് നമുക്ക് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് കോട്ടയം മെഡിക്കൽ കോളേജ് കിട്ടി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കിട്ടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഓൾ ഇന്ത്യയുടെ തേർഡ് റൗണ്ടിൽ നമുക്ക് തിരുവനന്തപുരം ഓപ്ഷൻ വെച്ചിട്ട് കിട്ടാൻ അർഹത ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ തിരുവനന്തപുരത്തോട്ട് മാറാം, ഒരു പാടുമില്ല. അപ്പം ഓൾ ഇന്ത്യയുടെ സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സമ്മതിക്കും. എന്നാൽ സ്റ്റേറ്റ് കോട്ടയിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള കോഴ്സുകളിലേക്ക് റിസൈൻ ചെയ്യാൻ, ക്വിറ്റ് ചെയ്യാൻ അവസരം തരില്ല. മൂന്നാമത്തെ റൗണ്ടിലും അതുപോലെ തന്നെ. മൂന്നാമത്തെ റൗണ്ടിൽ ഒരു അലോട്ട്മെൻറ്റ് വന്നു ഓൾ ഇന്ത്യ കോട്ട, 1-ലും 2-ലും ഒന്നും വന്നില്ലായിരുന്നു. അല്ലെങ്കിൽ മൂന്നാമത്തെ റൗണ്ടിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടാണെങ്കിലും മൂന്നാമത്തെ റൗണ്ടിൽ നമ്മൾ സീറ്റ് കയറി, ആ സീറ്റ് കയറി കഴിഞ്ഞിട്ട് നമ്മളെ ഓൾ ഇന്ത്യ കേരളത്തിൻ്റെ സ്ട്രെയിൽ പരിഗണിക്കണം, അല്ലെ ഓൾ ഇന്ത്യയുടെ 4ാമത്തെ റൗണ്ടിൽ പരിഗണിക്കണം, അല്ലെ ഞാൻ ഈ വർഷം പോകുന്നില്ല, അങ്ങനെ സമ്മതിക്കില്ല. ഓൾ ഇന്ത്യ കോട്ടയുടെ 3ാം റൗണ്ടിൽ നമ്മൾ പോയി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ മാറ്റവുമില്ല, അപ്ഗ്രഡേഷനും ഇല്ല. ഓൾ ഇന്ത്യയുടെ 3ാമത്തെ റൗണ്ടിൽ നമ്മൾ നമ്മുടെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചേർന്നു എന്ന് വിചാരിക്കുക. ഓൾ ഇന്ത്യ കോട്ടയുടെ 3ാമത്തെ റൗണ്ടിൽ നമ്മൾ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ നിൽക്കുക. അപ്പോഴാണ് നമുക്ക് കേരളത്തിലൊരു വേക്കൻസി ഉണ്ട്, ഇങ്ങോട്ട് പോരാൻ പറ്റുമോ? ഇല്ല, നമ്മളെ പങ്കെടുപ്പിക്കില്ല. ഓൾ ഇന്ത്യയുടെ തന്നെ സ്ട്രേ വേക്കൻസിയിൽ മദ്രാസ് മെഡിക്കൽ കോളേജ് ഒരു വേക്കൻസി കണ്ടു, അങ്ങോട്ട് നമ്മളെ പരിഗണിക്കുമോ? ഇല്ല. ഓൾ ഇന്ത്യയുടെ തേർഡിൽ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നമ്മൾ പഠിച്ചുകൊള്ളണം. അവിടെ നമ്മൾ 4.5 വർഷം അല്ലെ 5.5 വർഷം അവിടെ ആയിരിക്കും പഠിക്കുന്നത്. അപ്പോൾ ഓർക്കുക, അപ്പോൾ അത് നമുക്ക് റാങ്കിന് എഗെയിൻസ്റ്റ് അല്ലേ, നമ്മളെക്കാളും കുറഞ്ഞൊരു റാങ്കുകാരന് മറ്റേ സ്പോട്ട് അലോട്ട്മെൻറ്റ് വഴി ഒരു ബെറ്റർ കോളേജ് കിട്ടുമോ എന്നുള്ളത് ഇപ്പോൾ ചിലപ്പോൾ ആലോചിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ സ്പോട്ടിൽ പങ്കെടുക്കുന്നതല്ലേ നല്ലതെന്ന്. മൊത്തത്തിൽ ഏതാണ്ട് 10,200ഓളം സീറ്റുകളുണ്ട് ഓൾ ഇന്ത്യ റൗണ്ടിൽ. ഫസ്റ്റ് റൗണ്ടിൽ 10,000-നുള്ള സീറ്റുകൾക്ക് അലോട്ട്മെൻറ്റ് നടക്കും. സെക്കൻഡ് റൗണ്ടിൽ ഒരു 6,000 സീറ്റിലോട്ടാകും. കാരണം അതിനകത്ത് 4,000 പേര് അവർ ഉറപ്പിച്ചു. എയിംസ് കിട്ടി, ജിമ്മർ കിട്ടി, അതാത് സ്റ്റേറ്റിൻ്റെ ടോപ്പ് കോളേജൊക്കെ കിട്ടിയതുകൊണ്ട് 4,000 പേരോളം ഫിക്സ് ആവും. അപ്പോൾ രണ്ടാമത്തെ റൗണ്ട് നടക്കുന്നത് ഒരു 5,800-6,000 സീറ്റിലോട്ട് വേണ്ടി മാത്രമായിരിക്കും. മൂന്നാമത്തെ റൗണ്ട് വരുമ്പം 1000 സീറ്റിലോട്ടേ വേക്കൻസി ഉള്ളൂ. സ്ട്രേ വേക്കൻസിയിൽ ഒരു 100 സീറ്റ് മാക്സിമം. അപ്പോൾ സ്ട്രേ വേക്കൻസിയിൽ കിട്ടാനുള്ള സാധ്യത കൂടുതലുണ്ടോ കുറവാണോ? ഒട്ടും തന്നെ ഇല്ല. അപ്പോൾ അതൊക്കെ ചിലരുടെ അബദ്ധമാണ്. സ്ട്രേ വേക്കൻസി വേണ്ടി നിൽക്കാം, ശരിയായിരിക്കാം, 1-2 പേർക്ക് കിട്ടിയിട്ടില്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ അതിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നത് അബദ്ധമാണ്. ബെറ്റർ കോളേജ് നമുക്ക് തേർഡ് റൗണ്ടിൽ കിട്ടിയത് തന്നെയാണ്. അവിടെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുക, നമ്മൾ നിൽക്കുക. ഇനി അതല്ല ഒരു സെൽഫ് ഫിനാൻസിങ്ങിലൊക്കെയാണ് നിൽക്കുന്നുണ്ട്, മാറാനായിട്ടുള്ള ക്വിറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനൊക്കെ ചിലപ്പോൾ കിട്ടും. രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടുത്തിയാലൊക്കെ മതി. നോർമലി ഇതാണ് ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെൻറ്റ്. അതിനകത്തുള്ള കോളേജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മുഴുവൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുണ്ട്, BDS കോളേജുകളുണ്ട്, BSc നഴ്സിങ്ങിൻ്റെ കുറച്ച് കോളേജുകൾ,
ഉണ്ട്. മിലിറ്ററി നേഴ്സിംഗ് അതുവഴിയല്ല, അത് വേറെ വെബ്സൈറ്റ് വഴിയാണ്. ESCയുടെ നേഴ്സിങ്ങും അല്ലാത്ത ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പോലുള്ള കുറച്ച് നേഴ്സിംഗ് സീറ്റുകളും ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിനകത്തുണ്ട്. അവിടെ നമുക്ക് ഇതിനൊക്കെ ഓപ്ഷൻ കൊടുക്കാം. അപ്പം ആർക്കൊക്കെയാണ് ഓപ്ഷൻ കൊടുക്കാൻ പറ്റുന്നത്, ഒരാൾക്ക് എത്ര ഓപ്ഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഈ ക്വാളിഫൈ ചെയ്ത, അതായത് നീറ്റ് 2025 എത്രയാണോ കട്ട് ഓഫ് മാർക്ക് വരാൻ സാധ്യത, 100-ൽ താഴെ ആയിരിക്കും തോന്നുന്നു, ആ കട്ട് ഓഫിന് മുകളിലുള്ള എല്ലാവർക്കും ഓപ്ഷൻ കൊടുക്കാം. അതിനകത്ത് ഈ കുറച്ച് പേർക്ക് 100 ഓപ്ഷനെ കൊടുത്തുള്ളൂ, കുറച്ച് പേർക്ക് 150 ഓപ്ഷൻ, അങ്ങനെയൊന്നുമില്ല. മുഴുവൻ എന്നത്തെ കോളേജും കോഴ്സും ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം. പോകാവുന്ന കോളേജുകളും കോഴ്സുകളും അല്ലേ, നമുക്ക് പോകാവുന്ന സ്റ്റേറ്റുകൾ മാത്രമേ കൊടുക്കൂ. ആൻഡമാൻ നിക്കോബാറിൽ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ കൊടുക്കണ്ട, ത്രിപുരയിലും നാഗാലാൻഡിലും മണിപ്പൂരിലും ഒന്നും പോകുന്നില്ലെങ്കിൽ കൊടുക്കണ്ട. പക്ഷേ നമ്മൾക്ക് എവിടെയാണെങ്കിലും ഒരു ഗവൺമെൻറ് MBBS സീറ്റാണ് വേണ്ടതെങ്കിൽ കൊടുക്കുക, മാക്സിമം കൊടുത്ത് നോക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 25,000 റാങ്ക്, 26,000, 27,000 ഒക്കെ ആയിരിക്കുമല്ലോ ഇപ്പോൾ ഓൾ ഇന്ത്യയിൽ അവസാനം പോകുന്ന റാങ്ക്. അപ്പം അതാണ് നമുക്ക് ഓൾ ഇന്ത്യയിൽ വരാൻ പോകുന്നതെങ്കിൽ നമ്മൾ അത് ഗവൺമെൻറ് MBBS സീറ്റാണ് നോക്കുന്നതെങ്കിൽ അത് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. ഇതിനകത്ത് നമ്മൾ കയറിക്കഴിഞ്ഞാൽ കോളേജിൻ്റെ പേരും അഡ്രസ്സും ഉണ്ട്, കോഴ്സുണ്ട്, MBBS ആണോ BDS ആണോ BSc നഴ്സിംഗ് ആണോ എന്നുണ്ട്. നമ്മളുടെ താല്പര്യം ഏതാണോ ആദ്യം അത് വെക്കുക. ആദ്യം നമുക്ക് എയിംസ് MBBS ആണ് താല്പര്യമെങ്കിൽ നമ്മൾ എയിംസിൻ്റെ 20 കോളേജുകൾ ലിസ്റ്റിൽ നിന്ന് കണ്ടുപിടിക്കാം. ആ 20 കോളേജുകളിൽ ഡൽഹിക്കാണ് പ്രാധാന്യം, ഡൽഹി ആദ്യം വെച്ചേക്കുക. അത് കഴിഞ്ഞിട്ട് ജിപ്മറിനാണ് പ്രാധാന്യമെങ്കിൽ ജിപ്മർ കണ്ടുപിടിച്ചിട്ട് അത് വെക്കുക, സെലക്ട് ചെയ്താൽ മാത്രം മതി. അത് നമ്മൾ കാണിച്ചു കൊടുക്കും ആ സമയത്ത്. അത് കഴിഞ്ഞിട്ട് കോഴിക്കോട് പഠിക്കാനാണ് താല്പര്യം, കോഴിക്കോട് മെഡിക്കൽ കോളേജ് സെലക്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് താല്പര്യമുള്ള, അപ്പോൾ അവിടെ അങ്ങനെ നമ്മുടെ റാങ്ക് നോക്കിയോ, നമ്മളോട് ആരെങ്കിലും ഇപ്പോൾ ഈ ഓപ്ഷൻ കൊടുക്കാൻ നേരത്ത് അവരെല്ലാം ചോദിച്ചു, കോഴിക്കോട് മെഡിക്കൽ കോളേജ് സെലക്ട് ചെയ്യാൻ നേരത്ത് ഓൾ ഇന്ത്യക്കാർ ചോദിച്ചു നിങ്ങൾക്ക് 1000 റാങ്കുള്ള ആളാണോ, അങ്ങനെയൊന്നും ചോദിക്കില്ല. ഈ ക്വാളിഫൈ ചെയ്ത ആർക്ക് വേണമെങ്കിലും മുഴുവൻ ഓപ്ഷൻസും വെക്കാം. അതനുസരിച്ച് നമുക്ക് കിട്ടാൻ അർഹതയുള്ളൊരു കോളേജൊക്കെ അതിനകത്ത് ഉണ്ടാവണം. കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്കൊക്കെ നോക്കിയിട്ട് നമ്മുടെ റാങ്ക് ഒരു 10,000 റാങ്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കേരളത്തിൽ ഓൾ ഇന്ത്യ വഴി കിട്ടാനുള്ള സാധ്യത കുറവാണ്. കേരള റാങ്ക് വെച്ചിട്ട് കിട്ടാനായിട്ടും അല്പം കുറവാണ് ഒരു ജനറൽ കാറ്റഗറി ആണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ട് തമിഴ്നാട് കിട്ടാനാണ് കൂടുതൽ സാധ്യത. അപ്പം കേരളത്തിലെ എയിംസ് വെക്കണം നിർബന്ധമൊന്നുമില്ല. എയിംസ് താല്പര്യമുണ്ടെങ്കിൽ എയിംസിൻ്റെ കോളേജുകൾ വെക്കുന്നു, ജിപ്മറിൻ്റെ കോളേജുകൾ താല്പര്യമുണ്ടെങ്കിൽ വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് കേരളത്തിൻ്റെ കോളേജുകളെല്ലാം നമ്മൾ വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിലെ കോളേജുകൾ മദ്രാസ്, സ്റ്റാൻലി, കിൽപോക്ക്, മധുര, കോയമ്പത്തൂർ, തിരുനെൽവേലി, ട്രിച്ചി, തഞ്ചാവൂർ, കന്യാകുമാരി, ഒമണ്ടുറാറ്, അങ്ങനെ നമുക്ക് ഇവിടുന്ന് പോകാൻ താല്പര്യം, സേലം, തേനി, ഏറ്റവും ടോപ്പ് കോളേജുകളല്ലേ. അങ്ങനെ നമുക്ക് പോകാൻ താല്പര്യമുള്ള കോളേജുകൾ നമ്മൾ പ്രയോറിറ്റി അനുസരിച്ച് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഏറ്റവും പോകാൻ താല്പര്യമുള്ള സ്ഥലമൊക്കെ, ഏറ്റവും അടുത്തുള്ള സ്ഥലമൊക്കെ നമുക്ക് അവിടെ നോക്കാം. അത് കഴിഞ്ഞിട്ട് കർണാടകത്തിലാണെന്നുണ്ടെങ്കിൽ കർണാടകത്തിൻ്റെ കോളേജുകൾ സെലക്ട് ചെയ്യാം. അപ്പോൾ മുകളിൽ നിന്ന് നോക്കിയിട്ട് ആദ്യത്തെ വേക്കൻസിയാണ് നമുക്ക് തരുന്നത്. അപ്പം നമ്മളൊരു മോശം ഓപ്ഷൻ എടുത്ത് ആദ്യം വെക്കണ്ട. കോളേജിൻ്റെ പ്രയോറിറ്റി അനുസരിച്ചോ അല്ലെങ്കിൽ നമ്മൾ പോകാവുന്ന സ്ഥലം അനുസരിച്ചോ ടോപ്പ് കോളേജുകളുടെ ലിസ്റ്റൊക്കെ നോക്കി വെച്ചാൽ മതി. അതനുസരിച്ച് നമുക്കൊരു സീറ്റ് തരും. ആ സീറ്റിൽ ആദ്യത്തെ റൗണ്ടിൽ വേണമെങ്കിൽ ചേർന്നാൽ മതി, കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റൊക്കെ നോക്കിയിട്ട് ചേർന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ വീണ്ടും ഓപ്ഷൻ കൊടുക്കുന്നു. കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചേർന്നില്ലെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടും. ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മാറ്റാൻ അനുവദിക്കില്ല. തേർഡ് റൗണ്ടിലോട്ട് വേണമെങ്കിൽ ആ കിട്ടുന്നതിനേക്കാളും കൂടുതൽ താല്പര്യമുള്ള കോളേജുകൾ വെക്കാൻ അനുവദിക്കും. മാറ്റം കിട്ടുവാണെങ്കിൽ മാറാം. അവിടെയായിരിക്കും നമ്മൾ പഠിക്കുന്നത്. ഇതാണ് ഓൾ ഇന്ത്യയുടെ ഒരു പ്രോസസ്സ്. അപ്പോൾ ഇതിൽ MBBSന് സാധ്യതയില്ല, BDS ആണ് വേണ്ടതെങ്കിൽ അതിന് താഴെ BDS വെച്ചോളുക. ഇനി അതല്ല താല്പര്യം BSc നഴ്സിംഗ് ആണെങ്കിൽ BSc നഴ്സിംഗ് സെലക്ട് ചെയ്യുക. അപ്പോൾ എവിടെ നമ്മുടെ താല്പര്യം എന്താണെന്നുള്ളത് മെഡിക്കൽ കൗൺസിലിങ്ങിനെ അറിയിക്കുക എന്നുള്ളത് മാത്രമാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഒരാൾക്ക് മാർക്ക് 300 അയാൾക്കൊരു ഡീംഡ് കോളേജുകളിൽ അഡ്മിഷൻ വേണം. അപ്പോൾ ഈ മുഴുവൻ കോളേജുകളും എയിംസ് ഡൽഹിയും മദ്രാസിലെ കോളേജ് എല്ലാം വെക്കണോ? വേണ്ട. അദ്ദേഹം രജിസ്ട്രേഷൻ ഫീസ് 2 ലക്ഷം രൂപ അടയ്ക്കുന്നു. ഡീംഡ് കോളേജുകൾ 52 എണ്ണം ഉണ്ട്. താല്പര്യമുള്ളത് വെക്കാം. SRM, NPOയോ അല്ലെങ്കിൽ ബെൽഗാവിയോ അമൃതയോ ഇഷ്ടമുള്ള ഡീംഡ് കോളേജുകൾ മാത്രം വെച്ചാൽ മതി. കാരണം 300-ന് വേറൊന്നും സാധ്യത ഇല്ല എന്നുണ്ടെങ്കിൽ അത് വെച്ചാൽ മതി. ഇനി അതല്ല ഡീംഡ് കോളേജിൽ BDSന് പോയാൽ മതി. 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപയുള്ളൂ ഡീംഡ് കോളേജിൽ BDSന്, അത് ഓപ്ഷൻ വെക്കാം. അപ്പം അവിടെയൊക്കെ നമ്മുടെ പ്രയോറിറ്റി എന്താണെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാനും അതനുസരിച്ച് കോളേജുകൾ സെലക്ട് ചെയ്യാനും പറ്റുന്നൊരു, അവിടെയൊക്കെ ഫീസ് സ്ട്രക്ചറുണ്ട്. ആ ഓരോ കോളേജിൻ്റെ അഡ്രസ്സ്, അത് എവിടെ സ്റ്റേറ്റിലുള്ളതാണ്, അതിൻ്റെ ഫീസ് എത്രയാണ്, കോഴ്സ് എന്താണെന്ന് വ്യക്തമായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും. ഫീസ് അറിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പം ഓൾ ഇന്ത്യ കോട്ടയിലുള്ളതെല്ലാം ഗവൺമെൻറ് സീറ്റും എല്ലായിടത്തും 20,000 രൂപയല്ല ഫീസ്. കേരളത്തിൽ 24,000 ഉള്ളെങ്കിൽ തമിഴ്നാട്ടിൽ 18,000 രൂപയേ ഉള്ളൂ. കർണാടകത്തിൽ പക്ഷേ ഗവൺമെൻറ് കോളേജിൽ 65,000 രൂപയെ
കർണാടകത്തിലെ ഗവൺമെൻറ് കോളേജിൽ. മഹാരാഷ്ട്രയിൽ അത് 1 ലക്ഷം രൂപയാണ്. ഗോവയിൽ 1 ലക്ഷം രൂപയാണ്. ഗവൺമെൻറ് കോളേജുകളാണ്. പക്ഷേ ആന്ധ്ര തെലങ്കാനയിൽ 10,000 രൂപ ഫീസുള്ളൂ. ESI കോളേജുകളിലാണ് ESI അല്ലാത്ത ഒരാൾ ഓപ്ഷൻ കൊടുക്കുന്നതെങ്കിൽ 1 ലക്ഷം രൂപയാണ്. ESI ചെന്നൈ മെഡിക്കൽ കോളേജ്, ESI ഗുൽബർഗ മെഡിക്കൽ കോളേജ് 1 ലക്ഷം രൂപയാണ് അവിടുത്തെ ഫീസ്. അപ്പം ഫീസും കൂടെ നമ്മൾ നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതനുസരിച്ചാണ് പ്രയോറിറ്റി തയ്യാറാക്കുന്നത്. സാർ, ഇപ്പോൾ നല്ല മാർക്കുള്ളൊരു കുട്ടിയാണ്. ആ കുട്ടിക്ക് കേരളത്തിൽ തന്നെ MBBS പഠിക്കാനാണ് ആഗ്രഹം. കേരളത്തിന് പുറത്ത് പോകാനുള്ള താല്പര്യം കുറവായിരുന്നു. ഓൾ ഇന്ത്യ കോട്ട പരിഗണിക്കുന്നില്ല. തീർച്ചയായിട്ടും. അങ്ങനെയുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി എന്തൊക്കെ ചെയ്യണം? അല്ലെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് കേരളത്തിലെ ഒരു പ്രയോറിറ്റി കോളേജ് ഓൾ ഇന്ത്യ വഴി കിട്ടുമെങ്കിൽ ഓൾ ഇന്ത്യ വഴി എടുക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പോൾ കേരളത്തിലെ ഒരു കുട്ടിക്കും കൂടെ കൂടുതൽ സാധ്യത കിട്ടും. അപ്പോൾ കേരളത്തിലെ ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ അത് ബ്രില്യൻറ്റിലെ കുട്ടിയായിരിക്കും. അപ്പോൾ കൂട്ടത്തിലിരുന്ന് പഠിച്ച ഒരു കുട്ടിക്ക് കൂടുതലായിട്ടൊരു സീറ്റ് കൂടെ കിട്ടും. അതിന് ഒരു പ്രയോറിറ്റി കൊടുക്കുക. കേരളത്തിൽ നല്ല റാങ്ക് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ അത് ഓൾ ഇന്ത്യ കോട്ട വഴി ആ സീറ്റ്, അയാളുടെ ഒന്നാമത്തെ സീറ്റ് കിട്ടുമെങ്കിൽ ഓൾ ഇന്ത്യ വഴി എടുക്കാൻ നോക്കുക. ഓൾ ഇന്ത്യ കോട്ടയുടെ MCCക്കകത്തും കേരളത്തിലെ 12 ഗവൺമെൻറ് കോളേജുകളുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ ഓപ്ഷൻ വെക്കാം. ഇനി അതല്ല, അയാൾക്ക് MCCയുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണമെന്നൊന്നുമില്ല. കേരളയുടെ സൈറ്റ് മാത്രം ചെയ്താൽ മതി. അതായത് നീറ്റ് ക്വാളിഫൈ ചെയ്ത എല്ലാവരും നിർബന്ധമായിട്ടും ചെയ്യേണ്ട വെബ്സൈറ്റ് അല്ല MCC.NIC.in. അതിൽ ഓൾ ഇന്ത്യ കോട്ട MBBSന്, BDSന്, BSc നഴ്സിങ്ങിന്, ഡീംഡ് MBBS, ഡീംഡ് BDS, AFMC, അങ്ങനെ അല്ല ESI IP, ഇങ്ങനെയുള്ളവർ മാത്രം അതിനകത്ത് കൊടുത്താൽ മതി. എല്ലാവരും വെറുതെ പൈസ അടയ്ക്കണമെന്നില്ല. കേരള വഴി മാത്രമാണെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ കേരളത്തിൽ ചെയ്യണമെങ്കിൽ ഓൾ ഇന്ത്യ ചെയ്യണമെന്ന് അങ്ങനെയൊന്നുമില്ല. കേരളത്തിൻ്റെ സൈറ്റ്, കേരളത്തിൻ്റെ രണ്ടാമതായിട്ട് ജൂലൈ 20 കേരള അലോട്ട്മെൻറ്റ് തുടങ്ങും. ആ സമയത്ത് കേരളത്തിൻ്റെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് കേരളത്തിലെ 12 ഗവൺമെൻറ് കോളേജുകളോ അല്ലെങ്കിൽ 20 സെൽഫ് ഫിനാൻസിങ് കോളേജുകളോ അല്ലെങ്കിൽ 6 BDS കോളേജുകളോ അല്ലെങ്കിൽ 20 സെൽഫ് ഫിനാൻസിങ് BDS കോളേജുകളോ ഏതാണെങ്കിലും അദ്ദേഹത്തിന് വെക്കാം. അവിടെ ഇന്ന സൈറ്റ് വഴി മാത്രമേ കൊടുക്കാവൂ എന്നില്ല. അയാൾക്ക് താല്പര്യമുള്ള വെബ്സൈറ്റ് വഴി കൊണ്ട് കൊടുക്കാം. ഇനി കേരളത്തിൻ്റെ ഒന്നാമത്തെ ഓൾ ഇന്ത്യ കൊടുത്തില്ല, ഒന്നാമത്തെ കേരളത്തിൻ്റെ സൈറ്റിൽ ഗവൺമെൻറ് കോളേജ് കൊടുത്തു, കിട്ടിയില്ല, രണ്ടാമത്തെ ഓൾ ഇന്ത്യ മാത്രമായിട്ട് ചെയ്യാം. രണ്ടാമത്തെ MCCയുടെ സൈറ്റിൽ അവർ ആഗസ്റ്റ് 5 രണ്ടാം റൗണ്ട് തുടങ്ങും. ആ റൗണ്ടിൽ മാത്രം ഓൾ ഇന്ത്യയിൽ പങ്കെടുക്കാം, കേരളത്തിൻ്റെ സാധ്യതയൊക്കെ നോക്കിയിട്ട്. പക്ഷെ അപ്പം നമ്മളെക്കാളും കുറഞ്ഞൊരു റാങ്കുകാരൻ ആദ്യത്തെ റൗണ്ടിൽ എടുത്തുകൊണ്ട് പോകും ചിലപ്പോൾ. അതും നോക്കണം. അപ്പം ആദ്യത്തെ റൗണ്ടിൽ ഒരു റാങ്ക് കുറവുള്ള ഒരാളെ സംബന്ധിച്ചോളം ഓൾ ഇന്ത്യ ആദ്യത്തെ റൗണ്ടിൽ തന്നെ മാക്സിമം ഓപ്ഷൻ കൊടുക്കുന്നതാണ് നല്ലത്. അത് ഗവൺമെൻറ് ആണെങ്കിലും ഡീംഡ് ആണെങ്കിലും. സാർ, ഇപ്പോൾ കേരളത്തിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി കേരളത്തിൽ അഡ്മിഷൻ പ്രൊസീജിയറുകൾ സമീപിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, കേരളത്തിലെ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. ഓൾ ഇന്ത്യയിൽ നമുക്ക് ജനറൽ വിഭാഗത്തിന് 10,000 ആണ്, OBCക്ക് 5,000 ആണെങ്കിൽ കേരളത്തിൽ എല്ലാവർക്കും 5,000 ആണ്. അതിൽ SC, ST, OEC വിഭാഗങ്ങൾക്ക് 500 റുപ്പീസേ ഉള്ളൂ, 500 രൂപ മാത്രമേ ഉള്ളൂ. ഓൾ ഇന്ത്യ തലത്തിൽ നമ്മൾ ഈ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കുന്നത് ഫീസുമായിട്ട് ബന്ധമില്ല. അഡ്മിഷൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ആ പൈസ തിരിച്ച് നമുക്ക് തരും. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല. നമ്മളെ ട്യൂഷൻ ഫീസിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഈ അടയ്ക്കുന്നത്. മിച്ചമുള്ള തുക, ബാക്കി തുക അടച്ചാൽ മതി, കോളേജിൽ അടച്ചാൽ മതി. അപ്പം കേരളത്തിൽ 5,000 രൂപ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. എഞ്ചിനീയറിങ്ങിനും BPharmനും ഒക്കെയാണ് 2,000 രൂപ രജിസ്ട്രേഷൻ ഫീസ് ഉള്ളൂ. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം, കഴിഞ്ഞ വർഷത്തെയാണ്. അങ്ങനെ നമ്മൾ 5,000 രൂപ അടച്ച് രജിസ്റ്റർ ചെയ്യുന്നു. ഇവിടെ കേരളത്തിൽ എന്തൊക്കെയാണ് സിയുടെ സൈറ്റിൽ ആദ്യം ഉള്ളത്? ഗവൺമെൻറ് MBBSഉം സെൽഫ് ഫിനാൻസിങ് MBBSഉം ഗവൺമെൻറ് BDSഉം സെൽഫ് ഫിനാൻസിങ് BDSഉം. അപ്പോൾ ഒരാളെ സംബന്ധിച്ചോളം തീർച്ചയായിട്ടും ഗവൺമെൻറ് MBBSനായിരിക്കും താല്പര്യം. അയാൾക്ക് ഏറ്റവും താല്പര്യം കോട്ടയം മെഡിക്കൽ കോളേജ് ചേരാനായിരിക്കും. അയാൾ ഒന്നാമത് കോട്ടയം മെഡിക്കൽ കോളേജ് സെലക്ട് ചെയ്യുന്നു. രണ്ടാമത് തൃശ്ശൂരായിരിക്കും ചിലപ്പോൾ താല്പര്യം, കോഴിക്കോടായിരിക്കും, തിരുവനന്തപുരമായിരിക്കും, ആലപ്പുഴ ആയിരിക്കും, കൊല്ലം, അങ്ങനെ 12 കോളേജുകളിൽ എവിടെയൊക്കെ താല്പര്യമുണ്ടോ ആ 12 കോളേജുകളും ഗവൺമെൻറ് MBBS സീറ്റ് വെച്ചു. 12 അങ്ങനെ വെക്കണം നിർബന്ധമൊന്നുമില്ല. അത് അയാളുടെ താല്പര്യമാണ്. ഇനി അതിനകത്ത് കുറേ കോളേജ് പോകുന്നില്ല, ഒരു 5 കോളേജ് കിട്ടിയാലേ പോകുന്നുള്ളൂ, ആയിക്കോട്ടെ, 5 കോളേജ് വെച്ചാൽ മതി. ഇനി അതിനുശേഷം ഓൾ ഇന്ത്യ പോകുന്നെങ്കിൽ അങ്ങോട്ട് പോകാം. അതല്ല, ഇനി ഇവിടെ വേറെ കോഴ്സ് കിട്ടിയാൽ മതി. അപ്പോൾ അവിടെ എല്ലാം വെക്കണം എന്നുള്ളതല്ല. ഗവൺമെൻറ് MBBS ആണ് താല്പര്യമെങ്കിൽ 12 വെക്കുന്നു. പിന്നെ സെൽഫ് ഫിനാൻസിങ്ങോ 13 നമ്മൾ വെക്കുന്നത്. സെൽഫ് ഫിനാൻസിങ് ഏത് കോളേജിലാണ്? ഇപ്പോൾ ഗോകുലത്തിൽ പഠിക്കണം, 13 ഗോകുലം മെഡിക്കൽ കോളേജ് വെക്കും. അത് ട്രാവൻകൂർ ആണെങ്കിൽ 14 ട്രാവൻകൂർ വെക്കും. ശ്രീനാരായണയാണ് പിന്നെ താല്പര്യമെങ്കിൽ 15 വെക്കും. വയനാടാണ്, ഒരാൾ വയനാട് വീടുള്ള ആളാണ്, അയാളെടുത്ത് തിരുവനന്തപുരത്തെ കോളേജ് എടുത്ത് ആദ്യം വെക്കണ്ടല്ലോ. അയാളുടെ വീടിനടുത്തുള്ള കോളേജല്ലേ ഏറ്റവും നല്ലത്. അയാൾ അതിന് പ്രയോറിറ്റി കൊടുക്കും. 13 എടുത്ത് വയനാട് കോളേജ് വെക്കും, അല്ലെങ്കിൽ PK ദാസ് വെക്കും, അല്ലെങ്കിൽ മലബാർ വെക്കും, KMCT. അങ്ങനെ ഫീസും നോക്കണം. അതുപോലെ തന്നെ വീടിനടുത്തുള്ള കോളേജ് ഏതാണോ അവിടുത്തെ സൗകര്യങ്ങളൊക്കെ നോക്കിയിട്ട് അയാളുടെ എന്താണോ പ്രയോറിറ്റി അതനുസരിച്ച് ഗവൺമെൻറ് MBBS കഴിഞ്ഞിട്ട് സെൽഫ് ഫിനാൻസിങ് MBBS 20 ഏതൊക്കെ വേണം കൊടുക്കാം. അവിടെ 20 വെക്കണമെന്നില്ല. ഒരു കേരള മെഡിക്കൽ റാങ്ക് ഒരു 3,000 ഉള്ള ആളെ സംബന്ധിച്ചോളം 20 കോളേജും വെക്കണമെന്നില്ല, ഒരു 10 കോളേജ് വെച്ചാൽ മതി.
കേരള മെഡിക്കൽ റാങ്ക് 5000-ന് അപ്പുറത്തോട്ടുള്ള ആളാണെങ്കിലോ എല്ലാ കോളേജും വെക്കുന്നത് നല്ലത് അല്ലേ. ഒരു കാരണവശാലും ഞാൻ പോകുന്നില്ല എന്ന് പറയുന്ന കോളേജ് വേണമെങ്കിൽ ഒഴിവാക്കാം. 6000, 7000, 8000, 9000, 10000 വരെയൊക്കെ കേരള റാങ്ക് ഉള്ളവർ എല്ലാ കോളേജും വെക്കുന്നത് തന്നെയാണ് നല്ലത്. ഫസ്റ്റ് റൗണ്ടിൽ ഒരു കോളേജ് ചേർന്നാലും സെക്കൻഡ് റൗണ്ടിലോട്ട് മാറാം. സെക്കൻഡിൽ ചേർന്ന് കഴിഞ്ഞാലും കേരളത്തിൽ തേർഡിലോട്ട് മാറാം. തേർഡിൽ എവിടെയാണോ അലോട്ട്മെൻറ്റ് കിട്ടുന്നത് അവിടെയാണ് പഠിക്കുന്നത്. പിന്നെ മാറ്റം ഉണ്ടാവില്ല. കേരളത്തിൽ പിന്നെ വേക്കൻസിയും ഉണ്ടാകാറില്ല. തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾ ഇന്ത്യ പറഞ്ഞു ഏറ്റവും അവസാനം വളരെ കുറച്ച് വേക്കൻസി ഉള്ളെന്ന്. കേരളത്തിൻ്റെ സ്ട്രെയിൽ അത്രയും പോലും കാണില്ല. ഒരു 1-2 സീറ്റൊക്കെ വേക്കൻസി കാണുള്ളൂ. അതുകൊണ്ട് സ്ട്രേ വേക്കൻസിയിൽ നല്ല സീറ്റ് കിട്ടുമെന്ന് വിചാരിക്കരുത്. ആദ്യം കിട്ടുന്നിടത്ത് തന്നെ ചേരുന്നതാണ് അഭികാമ്യം. 1-2 പേർക്ക് കിട്ടായികയൊന്നുമില്ല കേട്ടോ. അപ്പം അതങ്ങനെയാണ് പ്രോസസ്സ്. തേർഡ് റൗണ്ട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ സ്ട്രേ വേക്കൻസിയിൽ പരിഗണിക്കില്ല. ഒരു അലോട്ട്മെൻറ്റും കിട്ടാത്തവരെ മാത്രമേ സ്ട്രേ വേക്കൻസിയിൽ പരിഗണിക്കുകയുള്ളൂ. ഇതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ഫസ്റ്റ് റൗണ്ട് MBBS PDs കഴിഞ്ഞ് കഴിഞ്ഞാൽ അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദ, ഹോമിയോ, ഫിഷറീസ്, ഫോറസ്ട്രിയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടക്കും. ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സീറ്റ് എടുക്കാം. അപ്പോൾ ഇവിടെ ഒരു BDS കോളേജ് ചേർന്നു. അത് കഴിഞ്ഞപ്പോഴാണ് വെറ്റിനറി അഡ്മിഷൻ കിട്ടിയത്. ഈ BDSൽ നിന്ന് ക്വിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ വെറ്റിനറിയിലോട്ട് മാറാം. അല്ലെങ്കിൽ ആദ്യത്തെ റൗണ്ടിൽ ഒന്നും കിട്ടിയില്ല, MBBS PDs കിട്ടിയില്ല. ഫസ്റ്റ് റൗണ്ട് അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദ, ഹോമിയോയിൽ ഹോമിയോ കിട്ടി. അത് കഴിഞ്ഞപ്പോഴാണ് സെക്കൻഡ് റൗണ്ടിൽ MBBS കിട്ടിയത്. ആയിക്കോട്ടെ, ഹോമിയോ വേണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് നമുക്ക് വേണം MBBSലോട്ട് ചേരാം. അല്ല ഇവിടെ നിന്ന് BDSൽ നിന്ന് അങ്ങോട്ട് വേണമെങ്കിൽ ചേരാം. അതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷേ തേർഡ് റൗണ്ട് ആകുമ്പോഴേക്കും പിന്നെ ഇപ്പോൾ BDS തേർഡ് റൗണ്ട് നിൽക്കുക. ഇനി എനിക്ക് ഇത് വേണ്ട, എന്താണ് ഞാൻ BDSന് പോകുന്നില്ല, ഞാൻ അഗ്രികൾച്ചറിലോട്ടാണ് പോകുന്നത്, അങ്ങനെ മാറാൻ സമ്മതിക്കില്ല. മൂന്നാമത്തെ റൗണ്ട് ആകുമ്പോൾ ഓർക്കുക, ഫസ്റ്റ് റൗണ്ടിൽ എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട്, നമുക്ക് അപ്ഗ്രഡേഷനൊക്കെ ഉണ്ട്. പക്ഷേ സെക്കൻഡും തേർഡും ഒക്കെ ആകുമ്പോൾ മാറാനുള്ള റെസ്ട്രിക്ഷൻ കുറഞ്ഞു വരും. തേർഡ് റൗണ്ടിലോട്ട് എത്തുമ്പോഴത്തേക്ക് മനസ്സിലാക്കുക അവിടെ ആയിരിക്കും നമ്മൾ പഠിക്കുന്നതെന്നുള്ളത് നോക്കിയിട്ട് വേണം തേർഡ് റൗണ്ടിൽ പോയി ചേരാൻ. മൂന്നാമത്തെ റൗണ്ടിൽ പുതിയതായിട്ട് കിട്ടിയ അലോട്ട്മെൻ്റ് ആണെങ്കിലും അപ്ഗ്രേഡ് ചെയ്യപ്പെട്ട കിട്ടിയ കോളേജ് ആണെങ്കിലും അത് ഓൾ ഇന്ത്യ ആണെങ്കിലും കേരളയാണെങ്കിലും മനസ്സിലാക്കുക, ഇവിടെ ആയിരിക്കും നമ്മൾ 4.5 വർഷം പഠിക്കുന്നത്. ഇനി എനിക്ക് വേറെ സാധ്യതയൊന്നും ഇല്ല എന്ന് അറിഞ്ഞിട്ട് തന്നെ വേണം ആ കോളേജിൽ സർട്ടിഫിക്കറ്റ് കൊടുത്ത് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ മാറ്റം ഒരു കാരണവശാലും അനുവദിക്കുകയില്ല. സാർ, ഇപ്പോൾ ഈ ഓൾ ഇന്ത്യയും കേരളയും തമ്മിൽ കുറേ കൂടി ക്ലിയർ ആവാൻ വേണ്ടി ചോദിക്കുകയാണ്, ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? അതായത് കോളേജുകളുടെ കാര്യത്തിലല്ല, ഇപ്പോൾ ഇതിൻ്റെ ഒരു നിയമ നടപടികളും ഒക്കെയായി ബന്ധപ്പെട്ടത്. തീർച്ചയായിട്ടും. അപ്പോൾ ഓൾ ഇന്ത്യയുടെ വെബ്സൈറ്റ് നമ്മളറിയാം. ഇന്ത്യയിലുള്ള എല്ലാ ഗവൺമെൻറ് MBBSും BDSും BSc നഴ്സിംഗും ആണ് ഓൾ ഇന്ത്യയുടെ തലത്തിലുള്ളത്. കേരളത്തിൻ്റെ തലത്തിൽ കേരളത്തിൻ്റെ MBBS BDSും മാത്രമേ ഉള്ളൂ. അതിൽ നിയമത്തിൻ്റെ കാര്യത്തിൽ ഓൾ ഇന്ത്യയുടെ 4 റൗണ്ടിലും എപ്പോൾ വേണമെങ്കിലും രജിസ്റ്റർ ചെയ്ത് അകത്ത് കയറാം. ഓരോ റൗണ്ടിലും പുതിയതായിട്ട് ഓപ്ഷൻ കൊടുക്കണം. ഓപ്ഷൻസ് അവിടെ നിലനിൽക്കുകയില്ല. ഫസ്റ്റ് റൗണ്ടിൽ ചേർന്നാലും ചേർന്നില്ലെങ്കിലും ഓൾ ഇന്ത്യയിൽ കുഴപ്പമില്ല, ഫ്രീ എക്സിറ്റ് ഉണ്ട്. സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് പുതിയതായിട്ട് വീണ്ടും ഓപ്ഷൻ കൊടുത്ത് നമുക്ക് ചേരാനുള്ള അവസരമുണ്ട്. നമുക്ക് ഓൾ ഇന്ത്യയുടെ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ 10 ഓപ്ഷൻ കൊടുത്തു, അതിൽ നമുക്ക് 5ാമത്തത് കിട്ടി. ഓൾ ഇന്ത്യയുടെ 2ൽ വീണ്ടും നമുക്കൊരു 20 എണ്ണം കൊടുക്കാം. ഈ 5 കഴിഞ്ഞിട്ട് വെച്ചത് ഉൾപ്പെടെ നമുക്ക് വേണമെങ്കിൽ 20 എണ്ണം വെക്കാം. ഓൾ ഇന്ത്യയുടെ 3ാമതായിട്ട് വേണമെങ്കിൽ നമുക്ക് 30 എണ്ണം വെക്കാം. അപ്പോൾ അവിടെ നമുക്ക് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. എല്ലാ ഇൻഡിവിജ്വൽ റൗണ്ടുകളാണ് ഓൾ ഇന്ത്യയിൽ. കേരളത്തിൽ നേരെ തിരിച്ചാണ്. കേരളത്തിൽ ഓപ്ഷൻ കൊടുക്കാൻ ഒരവസരമേ ഉള്ളൂ. കേരളത്തിൽ 1, 2, 3 റൗണ്ടുകൾ. പക്ഷേ ഓപ്ഷൻ കൊടുക്കാൻ ഫസ്റ്റ് റൗണ്ടിൽ മാത്രമേ അവസരമുള്ളൂ. നമുക്ക് ഗവൺമെൻറ് MBBSനാണ് അല്പം താല്പര്യമെങ്കിൽ ആദ്യത്തെ റൗണ്ടിൽ തന്നെ ഗവൺമെൻറ് MBBS എല്ലാം വെച്ചോണം. അല്ലാതെ ഫസ്റ്റ് റൗണ്ടിൽ ഒരു 3 കോളേജ് വെച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് 2ാമത്തെ റൗണ്ടിൽ ബാക്കിയുള്ള കോളേജിൽ വെക്കാമെന്ന് വിചാരിച്ചാൽ അബദ്ധമാകും. അങ്ങനെ ഇല്ല. അതുപോലെ തന്നെ ഗവൺമെൻറ് MBBS കിട്ടിയില്ലെങ്കിൽ 2ാമത്തെ റൗണ്ടിലോ 3ാമത്തെ റൗണ്ടിലോ സെൽഫ് ഫിനാൻസിങ് വെക്കാമെന്ന് വിചാരിക്കുന്ന ഒരു 10% പേരുണ്ട്. അങ്ങനെയും പറ്റില്ല. കേരളത്തിൽ ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടിയില്ല, സെൽഫ് ഫിനാൻസിങ് MBBSനാണ് പോകേണ്ടതെങ്കിൽ ആദ്യത്തെ റൗണ്ടിൽ തന്നെ ഓപ്ഷൻ വെച്ചോണം. 12 ഗവൺമെൻറ് കഴിഞ്ഞിട്ട് 13, 14, 15 എന്ന് പറഞ്ഞിട്ട് എത്രയൊക്കെ സെൽഫ് വേണോ ആ സെൽഫ് ആദ്യത്തെ റൗണ്ടിൽ വെച്ചോണം. അപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ നമുക്കൊരു സീറ്റ് കിട്ടി, സെൽഫ് ഫിനാൻസിങ് MBBS പുഷ്പഗിരി കിട്ടി. അയ്യോ, ഇത് സെൽഫ് ഫിനാൻസിങ് 10 ലക്ഷം രൂപയാണ്, 9 ലക്ഷം രൂപ ഫീസും 1.5 ലക്ഷം രൂപ ചിലവും, എന്നെക്കൊണ്ട് പറ്റില്ല. മൊത്തം ഓപ്ഷൻ പോയി. 2ാമത്തെ റൗണ്ടിൽ നമ്മളെ പരിഗണിക്കത്തേ ഇല്ല. 3ാമത്തെ റൗണ്ടിൽ നമ്മളെ പരിഗണിക്കില്ല. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ ഓപ്ഷൻ വെച്ചു, നമുക്ക് വേണമെന്ന് പറഞ്ഞു, അലോട്ട്മെൻറ്റ് വന്നു, എടുത്തില്ല എങ്കിൽ നമ്മളുടെ ഓപ്ഷൻസും പോകും. സെക്കൻഡ് റൗണ്ടിൽ തേർഡ് റൗണ്ടിൽ നമ്മളെ പങ്കെടുപ്പിക്കുകയുമില്ല. ഓൾ ഇന്ത്യയിൽ നിന്നും തികച്ചും വിഭിന്നമാണ്. ഓൾ ഇന്ത്യയിൽ എല്ലാം ഇൻഡിവിജ്വലായിരുന്നു, ഇവിടെ അങ്ങനെയല്ല. ഓപ്ഷൻ വെക്കാൻ ഒരവസരമേ ഉള്ളൂ. ആദ്യം തന്നെ ഗവൺമെൻറ്റും സെൽഫ് ഫിനാൻസിങ്ങും വെച്ചോണം പോകുന്നവർ. അപ്പോൾ സെൽഫ് ഫിനാൻസിങ് കിട്ടിയെങ്കിൽ പോയി ചേർന്നോണം.
അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് റൗണ്ടിൽ ഗവൺമെൻറ് കൊടുക്കാം. സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് നമ്മൾ 20 ഓപ്ഷൻ വെച്ചു എന്ന് വിചാരിക്കുക. നമുക്ക് 12ാമത്തെ ഓപ്ഷനാണ് ഇപ്പോൾ പുഷ്പഗിരി MBBS ആണ് കിട്ടിയെന്ന് ഇരിക്കട്ടെ. 13 തൊട്ട് 20 വരെയുള്ളതെല്ലാം ക്യാൻസലായിപ്പോയി. പിന്നെ ഒരിക്കലും നമുക്ക് കിട്ടൂല കേരളത്തിൽ. ഓൾ ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞു ആദ്യത്തെ റൗണ്ടിലും കിട്ടിക്കഴിഞ്ഞാലും അതിൻ്റെ താഴെ ഉൾപ്പെടെ ഒക്കെ വേണം സെക്കൻഡ് റൗണ്ടിൽ പിന്നെ പുതുതായിട്ട് വെക്കാം. അപ്പോൾ തിരുനെൽവേലി പോയി ചേർന്നു ഓൾ ഇന്ത്യ ലെവലിൽ. അത് കഴിഞ്ഞപ്പോഴാണ് തിരുനെൽവേലിയുടെ താഴെ കൊടുത്തിരുന്ന തഞ്ചാവൂരാണ് കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നി. അതെടുത്ത് പിന്നെ അടുത്ത റൗണ്ടിൽ വേണം വീണ്ടും മുകളിൽ കയറ്റി വെക്കാം. പക്ഷേ കേരളത്തിൽ അങ്ങനെ പറ്റില്ല. കേരളത്തിൽ നമുക്ക് 20 ഓപ്ഷൻ കൊടുത്തു. 12ാമത്തത് കിട്ടിയെങ്കിൽ നമ്മളവിടെ പോയി ചേരണം നിർബന്ധമായിട്ടും. ചേർന്നു. 13 തൊട്ട് 20 വരെയുള്ളതെല്ലാം പോയി. ഇനി നമുക്ക് അവിടെ കിട്ടത്തേയില്ല. 12 ഉറപ്പായി. 1 മുതൽ 11 വരെയുള്ളതിനെ സെക്കൻഡ് റൗണ്ടിലും തേർഡ് റൗണ്ടിലും പരിഗണിക്കും. ഹയർ ഓപ്ഷൻസിനെ മാത്രമേ സെക്കൻഡ് റൗണ്ടിലും തേർഡ് റൗണ്ടിലും പരിഗണിക്കുകയുള്ളൂ. അതും നമ്മൾ പരിഗണിക്കണമെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഫസ്റ്റ് റൗണ്ട് കിട്ടി, 12ാമത്തത് കിട്ടി, നമ്മളെല്ലാ സർട്ടിഫിക്കറ്റും പൈസയൊക്കെ അടച്ചു പോയി ചേർന്നു. 2ാം റൗണ്ട് തുടങ്ങി. 2ാം റൗണ്ട് തുടങ്ങുമ്പോൾ നമ്മൾ പറയണം എനിക്ക് 1 മുതൽ 11 വരെയുള്ള ഓപ്ഷൻ അവിടെ കിടപ്പുണ്ട്, അവിടെ എന്നെ പരിഗണിക്കണം, ഓപ്ഷൻ കൺഫർമേഷൻ. അപ്പോൾ നമ്മൾ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തി കഴിയുമ്പോൾ നമ്മൾ 2ാമത്തെ റൗണ്ടിൽ പരിഗണിക്കും. അപ്പോൾ നമുക്ക് 9ാമത്തെ കിട്ടി. നമ്മൾ 12ാമത്തെ കോളേജിൽ നിന്ന് സർട്ടിഫിക്കറ്റും ഫീസും എല്ലാം മേടിച്ച് പോയി 9ാമത്തെ കോളേജിൽ പോയി ചേർന്നു. 10ഉം 11ഉം എല്ലാം ക്യാൻസലായിപ്പോയി. പിന്നെ കിട്ടത്തേയില്ല. 3ാമത്തെ റൗണ്ടിൽ നമുക്ക് 1 മുതൽ 8 വരെയുള്ളതിനെ നമുക്ക് കിട്ടും. ഹയർ ഓപ്ഷൻസ് കിട്ടും. ആ മുകളിൽ കിടക്കുന്ന ഓപ്ഷനാണ് ഹയർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അവിടെയും നമ്മൾ 3ാമത്തെ റൗണ്ടിൽ ഓപ്ഷൻ കൺഫർമേഷൻ, 3ാമത്തെ റൗണ്ട് തുടങ്ങുന്ന സമയത്ത് അതൊരു 3 ദിവസമുണ്ട്. അപ്പം നമുക്ക് പറയണം 1 മുതൽ 7 വരെയുള്ളതിന്, അല്ല 1 മുതൽ 8 വരെയുള്ളതിന് നമ്മൾ പരിഗണിക്കണം, ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യും. 9ൽ നിന്ന് നമുക്ക് ചിലപ്പോൾ 6ലോട്ട് കിട്ടും. നമ്മൾ ഇവിടുന്ന് എല്ലാ സർട്ടിഫിക്കറ്റും ആക്കിയിട്ട് 6ാമത്തെ കോളേജിൽ പോയി ചേരും. അവിടെയായിരിക്കും നമ്മൾ പഠിക്കുന്നത്. അപ്പം രണ്ടും നിയമങ്ങളിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഓരോന്നും നമുക്ക് എത്രത്തോളം നല്ല രീതിയിൽ തന്നെ എത്രത്തോളം ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടാം, അല്ലെങ്കിൽ ഒരു ആൾക്ക് എത്രത്തോളം അത് അഭികാമ്യമാണ് എന്നുള്ളതനുസരിച്ച് തന്നെയാണ് അവരത് ക്രമീകരിച്ചിരിക്കുന്നത്. അതിലിപ്പം നമുക്ക് കേൾക്കുമ്പോൾ പുതിയതായിട്ടൊരാൾക്ക് ചിലപ്പോൾ അതൊരു മനസ്സിലാക്കാൻ അല്പം പാടുണ്ടെങ്കിലും ആ സമയത്ത് അതൊരു വളരെ എളുപ്പമുള്ളൊരു പ്രോസസ്സാണ്. റാങ്കും കൂടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റുമല്ലോ എവിടെയാണ് ചേരേണ്ടത്, എന്താണ് ഇതെന്നുള്ള ഒരു ഓപ്ഷൻസ് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ കേരള അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ കൊടുക്കാൻ ഒരവസരമുള്ളെന്നുള്ളതും, അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിർബന്ധമായിട്ടും ചേരണമെന്നുള്ളതും, ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മുകളിലോട്ടുള്ള ഓപ്ഷൻസിലോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതും, പോയി കഴിഞ്ഞാൽ അങ്ങനെ മാറി മാറി വരയ്ക്ക് നമുക്ക് 3ാമത്തെ റൗണ്ടിൽ എവിടെയാണോ നിൽക്കുന്നത് അവിടെ ആയിരിക്കും നമ്മൾ പഠിക്കുന്നതെന്നുള്ള കാര്യം ഓർത്താൽ മതിയാകും. സർ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ സ്കോറൊക്കെ വരുന്ന സമയത്ത് ഒരു 400-300 റേഞ്ചിനുള്ള ഇടയിലുള്ള വിദ്യാർത്ഥികളുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെയായിരിക്കണം ഈ ഒരു ഓൾ ഇന്ത്യ കോട്ടയെ സമീപിക്കേണ്ടത്? ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ കേരള മെഡിക്കൽ റാങ്ക് വരുമ്പോൾ ഒരു 10,000 റാങ്ക് വരെയൊക്കെ ഉള്ളവർക്കാണ് ജനറൽ കാറ്റഗറി. മുസ്ലിം കാറ്റഗറി വരുമ്പോൾ ഒരു 11,000 റാങ്ക്. ക്രിസ്ത്യൻ കാറ്റഗറി വരുമ്പോൾ ഒരു 12,000 റാങ്ക് വരെയൊക്കെയാണ് സെൽഫ് ഫിനാൻസിങ് MBBS കിട്ടിയിരിക്കുന്നത്. സെൽഫ് ഫിനാൻസിങ് BDS ഏതാണ്ട് 25,000 റാങ്ക് വരെയുള്ളവർക്കൊക്കെയാണ് സെൽഫ് ഫിനാൻസിങ് BDS കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതാണ് കേരളത്തിൻ്റെ മുൻകാലങ്ങളിലെ ഒരു സാധ്യത. അപ്പോൾ ഒരു 450 മാർക്ക് അല്ലെങ്കിൽ ഒരു 400 മാർക്ക് 300 മാർക്കൊക്കെ കിട്ടുന്ന ആളെ സമയം ഒരു MBBS സീറ്റ് കിട്ടുക എന്നുള്ളത് തന്നെയാണ് ആയിരിക്കും അയാളുടെ പ്രയോറിറ്റി എന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും ഫീസ് എല്ലാവർക്കും വളരെ ഉയർന്ന ഫീസിലുള്ള സീറ്റിലൊക്കെ കിട്ടും. അത് അവർക്കറിയാമല്ലോ. ഇപ്പം 400 ആണെങ്കിലും 300 ആണെങ്കിലും 250 ആണെങ്കിലും കേരളത്തിൽ NRI സീറ്റ് കിട്ടും. 22 ലക്ഷം രൂപ വാർഷിക ഫീസ്. ഡീംഡ് കോളേജുകളിൽ ഉറപ്പായിട്ടും MBBS സീറ്റ് കിട്ടും. 22 ലക്ഷവും 25 ലക്ഷവും 30 ലക്ഷമൊക്കെ വാർഷിക ഫീസ് കൊടുത്ത് MBBS സീറ്റ് കിട്ടും. എല്ലാവരെ കൊണ്ടത് പറ്റുന്നതല്ലല്ലോ. അല്ലെങ്കിൽ MBBSന് അത്ര പൈസ കൊടുത്ത് പോകേണ്ട ഒരു കാര്യവും അല്ലല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും ആ മാർക്കിൻ്റെ ക്രൈറ്റീരിയ ഉള്ള ഒരാളുടെ ഇതെന്തായിരിക്കും? ഇന്ത്യയിൽ എവിടെയാണെങ്കിലും കുഴപ്പമില്ല, ഫീസ് ഏറ്റവും കുറഞ്ഞൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ളതായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചേരുന്ന, മലയാളികൾ ചേരുന്ന എവിടെയൊക്കെയാണ്? കർണാടകത്തിലാണ് കൂടുതൽ ചേരുന്നത്. 12 ലക്ഷം പെർ ഇയർ. തമിഴ്നാട്ടിൽ 13.5 ലക്ഷവും ഒരു 4 ലക്ഷം രൂപയുടെ അഡീഷണൽ മേടിക്കുന്നുണ്ട് ഫസ്റ്റ് ഇയർ ചിലവായിട്ട്. ഒരു 17.5 ലക്ഷം രൂപയാവും. പോണ്ടിച്ചേരി 17 ലക്ഷം രൂപ, 17.5 ആണ് ഫീസ്. സെൻറ്റാക്ക്. ആന്ധ്ര 10 ലക്ഷം രൂപ. തെലുങ്കാന 10 ലക്ഷം രൂപ. UP പോലുള്ള സ്റ്റേറ്റുകൾ 12 ലക്ഷം രൂപ. അപ്പം ഈ റേഞ്ചിലാണ് മറ്റുള്ള സ്റ്റേറ്റുകളിൽ MBBSന് ഏതാണ്ട് ഫീസായിട്ട് വരുന്നത്. അപ്പം ഈ ഒരു ഫീസ് നിരക്കിൽ മറ്റുള്ള സ്റ്റേറ്റിൽ പഠിക്കാമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഒരു 400 മാർക്കുള്ള ഒരാളെ സംബന്ധിച്ചോളം 10 ലക്ഷം രൂപയ്ക്കോ 12 ലക്ഷം രൂപയ്ക്കോ മറ്റുള്ള സ്റ്റേറ്റിൽ MBBS വേണമെന്ന് തോന്നിയാൽ ജൂൺ ലാസ്റ്റ് വീക്കിൽ അതാത് വെബ്സൈറ്റ് വഴിയും കൂടെ അപ്ലൈ ചെയ്യുക. കർണാടകത്തിൽ ഓൾറെഡി രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ വേണമെങ്കിൽ
കർണാടകയുടെ KEA.KAR.NIC.in ജൂൺ അവസാനം ഓപ്പൺ ആകും. CET ഓൺലൈൻ അത് ഓപ്പൺ ആകും. അതുവഴി രജിസ്റ്റർ ചെയ്താൽ പ്രൈവറ്റ് കാൻഡിഡേറ്റ് ആയിട്ട് നമുക്ക് അവിടെ കൊടുത്താൽ കാത്തലിസിനൊക്കെ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് കിട്ടുകയല്ലേ എന്ന് പറഞ്ഞ പോലെ സെൻറ്റ് ജോൺസിൽ 55 സീറ്റുകൾ കാത്തലിസ് വിഭാഗത്തിനുണ്ട്. സിസ്റ്റേഴ്സിന് അവിടെ സീറ്റുകളുണ്ട്. അതല്ലാതെ പ്രൈവറ്റ് കാൻഡിഡേറ്റ് ആയിട്ട് നമുക്ക് കർണാടകത്തിലെ എല്ലാ സെൽഫ് ഫിനാൻസിങ് കോളേജുകളും വെക്കാം. 12 ലക്ഷം രൂപ MBBS ഫീസ്. തമിഴ്നാട്ടിൽ TN മെഡിക്കൽ സെലക്ഷൻ.net എന്ന വെബ്സൈറ്റ് വഴി നമ്മൾ സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണം പ്രൈവറ്റ് കാൻഡിഡേറ്റ്. പോണ്ടിച്ചേരിയിൽ 17 ലക്ഷത്തിന് കിട്ടണമെങ്കിൽ സെൻറ്റാക്ക് എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് ചെയ്യണം. അതുപോലെ തന്നെ ആന്ധ്രയിലും തെലങ്കാനയിലും UPD ഒക്കെ അതാത് സമയത്ത് നമ്മൾ ആ രജിസ്ട്രേഷൻ പ്രോസസ്സൊക്കെ കാണിച്ചു കൊടുക്കുക എങ്ങനെയാണെന്നുള്ളത്. ആ സൈറ്റുകളിലൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഓപ്ഷൻ കൊടുക്കുകയും അവിടുത്തെ കോളേജിൻ്റെ സീറ്റുകൾ എടുക്കാനായിട്ട് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളൊന്ന് റെഡിയാക്കി നോക്കി വെച്ചുകൊണ്ടിരിക്കണം. ആ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുക്കണം. അപ്പം 450, 400, 300, 350, 250 ഒക്കെ ഉണ്ട്. ഒരു MBBS സീറ്റാണ് നോക്കുന്നതെങ്കിൽ കുറഞ്ഞ നിരക്കിലാണ് കിട്ടേണ്ടതെങ്കിൽ, കൂടിയ നിരക്കിലാണ് ഞാൻ പറഞ്ഞു നമ്മൾ വേറൊരു വെബ്സൈറ്റിലും അപ്ലൈ ചെയ്യേണ്ട. MCCയുടെ വെബ്സൈറ്റ് വഴി കൊടുത്താൽ ഡീംഡ് കോളേജ് കിട്ടും. കേരളയുടെ വെബ്സൈറ്റിൽ NRI സീറ്റ് കൊടുത്താൽ NRI സീറ്റ് കിട്ടും. ഈ മാർക്കൊക്കെ പറഞ്ഞാൽ ഈ മാർക്കിനൊക്കെ കിട്ടും. അതല്ലാതെ ഫീസ് നിരക്ക് കുറഞ്ഞൊരു കോളേജാണ് വേണ്ടതെങ്കിൽ ഈ ജൂൺ അവസാന സമയം തൊട്ട് ഏതാണ്ട് സെപ്റ്റംബർ വരെയുള്ള സമയത്ത്, ഇപ്പോൾ ഈ മാർക്കുകാർക്കൊക്കെ ആദ്യം തന്നെ കിട്ടുമോ? സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്, ലാസ്റ്റ് അലോട്ട്മെൻ്റ് ഒക്കെ കിട്ടുകയുള്ളൂ. അങ്ങനെ നമുക്ക് വിവിധ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്ത് മറ്റ് സംസ്ഥാനങ്ങളിലെ സെൽഫ് ഫിനാൻസിങ് സീറ്റുകളും അത് MBBSനും BDSനും ഉണ്ട് കേട്ടോ, വേണമെങ്കിൽ എടുക്കാം. മറ്റുള്ള സ്റ്റേറ്റുകളിൽ NRI സീറ്റുകളും ഉണ്ട്. അവിടെ ഈ NRI സീറ്റിൻ്റെ ക്യൂ സീറ്റ് എന്ന് പറയും, മാനേജ്മെൻറ്റ് സീറ്റ് എന്ന് പറയും. NRIക്ക് 30 ലക്ഷമൊക്കെയാണ് മറ്റ് പല സ്റ്റേറ്റുകളിലെങ്കിലും. 25 ലക്ഷത്തിന് NRI സ്റ്റാറ്റസ് ഇല്ലെങ്കിലും ക്യൂ സീറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് തരും. കർണാടകത്തിലൊക്കെ 25 ലക്ഷത്തിൻ്റെ സീറ്റുകളുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് അതാത് വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്തിട്ടും സീറ്റ് എടുക്കാനായിട്ട് സാധിക്കും. ഒരു സെപ്റ്റംബർ ഏറ്റവും കൂടുതൽ സാധ്യത ഈ 300 മാർക്ക്, 350, 400 അടുത്തൊക്കെയുള്ള മാർക്കുള്ളവർക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഒരു സെപ്റ്റംബർ 15 തൊട്ട് സെപ്റ്റംബർ 30 വരെയുള്ള സമയത്തായിരിക്കും, അലോട്ട്മെൻറ്റിൻ്റെ ആണ്ട് അവസാന ഘട്ടങ്ങളിൽ. സാർ, അതുപോലെ വിദ്യാർത്ഥികളെല്ലാവരും കാത്തിരിപ്പിൻ്റെ ഒരു സമയത്തിലാണ്. തീർച്ചയായിട്ടും. കാരണം NTA ഒഫീഷ്യൽ ആൻസർ കീ ആണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ ബ്രിമ്മിൽ നിൽക്കുന്ന 530, 520, 515, 500, 480കാരൊക്കെ അവരുടെ സ്കോറിലൊരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒക്കെ NTA ഒഫീഷ്യൽ കീ വന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പം ആദ്യം NTA കീ പബ്ലിഷ് ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മൾ OMR ഷീറ്റ്, ഇപ്പോൾ പല കുട്ടികൾക്കും ഈ അവസാനത്തെ ഒരു 15 മിനിറ്റിലൊക്കെ ഏതാണ് മാർക്ക് ചെയ്തതെന്ന് പോലും അറിയില്ല, പല കുട്ടികൾക്കും അറിയില്ല. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് അവനവൻ്റെ തന്നെ OMR ഷീറ്റ് NEET.NTA.NIC.in എന്ന വെബ്സൈറ്റിൽ ഈ മാസം അവസാനം അല്ല, ജൂൺ ആദ്യത്തെ ആഴ്ച, കാരണം മദ്രാസ് ഹൈക്കോടതിയിലൊക്കെ ആ കേസ് നിൽക്കുന്നത് കൊണ്ട് NTA അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ നീറ്റിൻ്റെ വെബ്സൈറ്റിൽ OMR ഷീറ്റ്, നമ്മുടെ റെസ്പോൺസ്, നമ്മൾ എന്തൊക്കെയാണ് ബബിൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്, അതോടൊപ്പം തന്നെ കീ, ഇത്രയും കാര്യങ്ങളാണ് ഉടൻ തന്നെ നീറ്റിൻ്റെ വെബ്സൈറ്റിൽ വരുന്നത്. അതിനുശേഷം ഏതാണ്ട് 10-ാം തീയതിക്കും 14-ാം തീയതിക്കും ഇടയ്ക്കായിരിക്കും നീറ്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ സാർ, അപ്പോൾ നീറ്റ് 2025 MBBS അഡ്മിഷൻ നേടാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അലോട്ട്മെൻറ്റിനെയും ആപ്ലിക്കേഷനെയും ഒക്കെ എങ്ങനെ നിങ്ങൾ സമീപിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ടാണ് ശിവൻ സാർ പങ്കുവെച്ചത്. അതിപ്പോൾ മാത്രമല്ല, കാരണം ഇപ്പോൾ നമുക്കിത് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം ഈ നിയമങ്ങൾ എങ്ങനെയൊക്കെയാണ് കൊടുക്കണമെന്നുള്ള സംശയം തോന്നും. ഈ അതാത് സമയത്ത് ഓരോ ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങുമ്പോഴും നമ്മൾ ആ ലിങ്കിനകത്ത് കയറിയിട്ട് എങ്ങനെയാണ് കോളേജുകൾ സെലക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രയോറിറ്റി ലിസ്റ്റ് വെക്കുന്നത്, അലോട്ട്മെൻറ്റ് ലെറ്റർ എന്താണ്, അതിന് കൊണ്ടുപോകേണ്ട സർട്ടിഫിക്കറ്റുകൾ എന്താണ്, ഇത് ഓൾറെഡി നമ്മളിതെല്ലാം ലൈവിൽ പറഞ്ഞു കഴിഞ്ഞാണ്. എങ്കിൽ പോലും അതിനെക്കുറിച്ചും കോളേജിൻ്റെ പ്രയോറിറ്റി ലിസ്റ്റുകളെക്കുറിച്ചും എങ്ങനെയാണ് മറ്റുള്ള സ്റ്റേറ്റുകളുടെ പ്രയോറിറ്റി ലിസ്റ്റ് കൊടുക്കുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് അതാത് സമയങ്ങളിൽ വീഡിയോകളും ഉണ്ടാവും. യെസ്, അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു കരുതലിൻ്റെ ഒരു എപ്പിസോഡും കൂടെയാണ്. കാരണം ശിവൻ സാർ ഈ ഒരു എപ്പിസോഡിൻ്റെ ഇടയിൽ വളരെ വ്യക്തമായി പങ്കുവെക്കുകയുണ്ടായി. ഓൾ ഇന്ത്യ കോട്ടയിലൊക്കെ അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾ ഒരുപക്ഷെ ആ ഒരു സീറ്റുകൾ ഒന്ന് പരിഗണിക്കാൻ ശ്രമിക്കണം. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഇവിടുത്തെ തന്നെ മറ്റൊരു കുട്ടിക്ക് അത് ഉപകാരപ്പെടും എന്നുള്ളത് വളരെ വ്യക്തമായി പറഞ്ഞു. അതൊരു അപേക്ഷ കൂടിയാണ്. കഴിഞ്ഞ വർഷങ്ങളിലും ഇതുപോലെ തന്നെ ചെയ്തതിൻ്റെ ഒരു ഫലമായിട്ട് കഴിഞ്ഞ വർഷമാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് അതിൻ്റെ റെസ്പോൺസ് അറിയാനായിട്ട് സാധിച്ചത്. കാരണം നമ്മുടെ വീഡിയോയിലാണെങ്കിലും കുട്ടികൾ കമൻ്റായിട്ട് പറയുകയും ഞാൻ ഓൾ ഇന്ത്യ തലത്തിൽ അഡ്മിഷൻ എടുത്തു, ഈവൻ നമ്മുടെ ആന്ധ്ര തെലങ്കാനയിലാണെങ്കിൽ പോലും
ഏറ്റവും കൂടുതൽ മലയാളി വിദ്യാർത്ഥികൾ ഓൾ ഇന്ത്യ തലത്തിൽ അഡ്മിഷൻ എടുത്ത വർഷമായിരുന്നു കഴിഞ്ഞ വർഷം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ MBBS സെലക്ഷൻ അത്രയും കൂടുതൽ വന്നതും. ഈ വർഷവും തീർച്ചയായിട്ടും ആ ഒരു റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരിൽ നിന്നുള്ള സഹകരണവും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. യെസ്. അപ്പോൾ ശിവൻ സാർ പറഞ്ഞ പോലെ 2024 5000 MBBS സീറ്റുകളാണ് ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥികൾക്ക് കരസ്ഥമാക്കാൻ സാധിച്ചത്. അപ്പോൾ ഒരു കൃത്യമായ ഗൈഡൻസ് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്നുള്ളത് ഒരു പ്രധാന വസ്തുത തന്നെയാണ്. അപ്പോൾ കേരളമെമ്പാടും അല്ലെങ്കിൽ ലോകമെമ്പാടും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.